ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇന്നുള്ളത് ആരാധനാ കേന്ദ്രങ്ങളാൽ പ്രസിദ്ധമായ മണർകാട് പഞ്ചായത്തിലാണ്. മണർകാട് പഞ്ചായത്തിലെ ദൃശ്യ പോരാട്ടം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഈ സംവാദ പരിപാടിയിൽ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കെ.സി. പ്രതിപക്ഷത്തു നിന്നും ജിജി മണർകാട്. LDF പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ഫിലിപ്പ് കിഴക്കേപ്പറമ്പിൽ. UDF പ്രതിനിധി ബാബു കെ കോര. BJP പ്രതിനിധി രാധ സുരേഷ്. ഈ സംവാദ പരിപാടി ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് 5 വർഷക്കാലത്തെ മണർകാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന വികസന പ്രവർത്തനങ്ങളാണ്. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ വിശദമായ ചർച്ചയാണ്. ആദ്യഘട്ടത്തിന് ശേഷം പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. അവർക്ക് ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്കാദ്യം പ്രസിഡന്റിലേക്ക് തന്നെ പോകാം. പ്രസിഡന്റ്, ഈ 5 വർഷക്കാലം എന്തെല്ലാം പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ് ചുരുക്കി പറയാം? കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട്, അത് പണ്ഡിതനെന്നോ പാമ്പനെന്നോ ഇല്ലാതെ കുണ്ടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള എല്ലാവരും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് 100% പരിഹരിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത്. ഞങ്ങൾ ലക്ഷ്യമിട്ടത് ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, വയോജന, യുവാക്കളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം എന്നത് കേവലം കുറേ കെട്ടിടം പണിത് വെക്കുകയോ മരച്ചുള്ളതുള്ള ഒരു ഗ്രാമപഞ്ചായത്തിന് സമൂലമായ വികസനമാണ്. ഒരു നാടിൻ്റെ സമഗ്ര വികസനം എന്നത് ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേലുണ്ടായ വളർച്ചയാണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, വയോജന ക്ഷേമത്തിൽ ഊന്നിക്കൊണ്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയത്. മറ്റ് ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത് നമ്മുടെ ആരോഗ്യ മേഖല. ഈ സമീപപ്രദേശത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് CHC. ഏകദേശം 200ഓളം പേര് ദിനം പ്രതി വരുന്ന CHC. അതിൻ്റെ കീഴിൽ 2 സബ് സെൻറ്റർ, 1 കോടി രൂപ മുടക്കി റബ്ബൻ മിഷൻ്റെ ഫണ്ടിൽ നടപ്പിലാക്കിയ അരീപ്പറമ്പ് സബ് സെൻറ്ററും 45 ലക്ഷം രൂപ മുടക്കി ആദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറമ്പുര സബ് സെൻറ്ററിൽ പണിത സബ് സെൻറ്ററുകൾ. ഇത് രണ്ടും നമ്മുടെ ആരോഗ്യ മേഖല മുതൽക്കൂട്ടാണ്. ഏകദേശം 200 പേര് വരുമ്പോൾ സമീപ പഞ്ചായത്തിലെ ആൾക്കാരടക്കം ഇവിടെ എത്തിച്ചേരുന്നു. അവിടെ മികച്ച ലാബറട്ടറി, മികച്ച ഫാർമസി സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യം, ജനറേറ്റർ അടക്കമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ നമുക്ക് അറിയാൻ പറ്റി. അതുപോലെ തന്നെ PH വെൽനസ് സെൻ്ററുകൾ, 2 PH സബ് സെൻ്ററുകളും വെൽനസ് സെൻ്ററുകളാണ്. എല്ലാ ദിവസവും അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ സേവനമുണ്ട്, പാലിയേറ്റീവ് നേഴ്സുമാർ സേവനമുണ്ട്. ആഴ്ചയിൽ ദിവസം അവിടെ മറ്റു കുത്തിവയ്പ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. രണ്ടാമത് ഹോമിയോ ആശുപത്രിയാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ഹോമിയോ ആശുപത്രി അവാർഡ് കഴിഞ്ഞിടെ മേടിച്ചാണ് അരീപ്പറമ്പ് ഹോമിയോ ആശുപത്രി. അടിസ്ഥാന സൗകര്യ രംഗത്തും അവിടെ ഏകദേശം 75-100 ഇടയ്ക്ക് ആൾക്കാർ പ്രതിദിനം ഹോമിയോ ആശുപത്രി വരുന്നുണ്ട്. അവിടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സാ സൗകര്യം നടക്കുന്നു. മറ്റൊന്ന് ഈ ആയുർവേദ ആശുപത്രിയാണ്. ആയുർവേദ ആശുപത്രിയിൽ ഏകദേശം 50 പേരടക്കം ഒരു ദിവസം ആയുർവേദ ആശുപത്രി വരുന്നുണ്ട്. അങ്ങനെ ഈ മണർകാട്ട് ജനങ്ങളുടെ ആരോഗ്യ രംഗത്തെ പരിപാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ 100% വിജയിച്ചെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ്. നമ്മുടെ പഞ്ചായത്തിൽ 3 സർക്കാർ സ്കൂൾ നമുക്കുള്ളത്. ഇന്ന് ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടി പഠിക്കുന്ന കണിയാകുന്ന് LP സ്കൂൾ, കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 450 കുട്ടികൾ പഠിക്കുന്ന കണിയാകുന്ന് LP സ്കൂൾ. അടിസ്ഥാന വികസന രംഗത്തിലും സ്മാർട്ട് ക്ലാസ് റൂമേ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നടക്കം വേണ്ട മനോഹരമായ കെട്ടിടമടക്കം ഈ 5 വർഷക്കാലത്ത് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വർണ്ണക്കൂടാരമടക്കം ഈ 3 സ്കൂളുകളിലും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. മാല സ്കൂള് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം നമുക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മണർകാട് UP സ്കൂൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ കുട്ടികൾക്ക് വേണ്ട ടോയ്ലറ്റ്, ഓഡിറ്റോറിയം, ക്ലാസ് മുറി, സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കം, കുട്ടികൾക്ക് വേണ്ട ഡൈനിങ് ഹാൾ അടക്കം, പാചകശാല അടക്കം കഴിഞ്ഞ 5 വർഷം ആ സ്കൂളിൽ ചെയ്യുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ കരാട്ടെ പരിശീലനം, കുട്ടികൾക്ക് വേണ്ട ആയോധന കല പഠിപ്പിക്കൽ,
കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടുത്തെ പ്രൈമറി കുട്ടികൾക്ക് വേണ്ട മികച്ച രീതിയിലുള്ള അവർക്ക് പോഷകാഹാരം ലഭിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ആ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. വീണ്ടും കാർഷിക മേഖല നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ നല്ല കാർഷിക മേഖലയുള്ള സ്ഥലം. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ മുമ്പ് ഇത് മുഴുവൻ തരിശ് കിടക്കുകയായിരുന്നു. ആ തരിശരഹിത പഞ്ചായത്താക്കുന്ന ലക്ഷ്യത്തോടെ തന്നെ ആ പ്രദേശത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെത്തി കൃഷി നടത്തി ഏറ്റവും ലാഭകരമായ രീതിയിൽ ആ കൃഷി നമ്മുടെ നെൽകൃഷി ഉണ്ട്. ആ നെൽകൃഷിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലൊന്നും വെള്ളം പറ്റുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഗുണം തന്നെയാണ്. പിന്നെ നമ്മൾ ലക്ഷ്യം വിട്ടത് മൃഗസംരക്ഷണത്തിനാണ്. ഈ നാട്ടിലെ മിൽക്ക് ATM, കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് മിൽക്ക് ATM തുടങ്ങിയത് ഉറയൂർ ക്ഷീരസംഘത്തിലാണ്. അത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മണ്ണാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രമങ്ങളായിരുന്നു. അതിനുശേഷം 2 മിൽക്ക് ATMകൾ ഇന്നും നമ്മുടെ പെരുമാനക്കുളത്തും അതുപോലെ തിരുവഞ്ചൂരും 2 മിൽക്ക് ATM ഉണ്ട്. കോട്ടയം ജില്ലയിലെ ഈ 2 ക്ഷീരസംഘങ്ങളും ഏറ്റവും മികച്ച ക്ഷീരസംഘമായി കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം തിരഞ്ഞെടുത്തു. ആ ക്ഷീരസംഘം അതിൻ്റെ മൃഗസംരക്ഷണം നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. മറ്റൊന്ന് ജലജീവൻ പദ്ധതിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു ടാങ്കർ വെള്ളം പോലും ഈ പഞ്ചായത്തിൽ ഒരു വീടുകളിൽ എത്തിക്കേണ്ടി വന്നില്ല. 99% പദ്ധതിയും പൂർത്തീകരിച്ചുകൊണ്ട് ഇവർ ജനങ്ങൾ കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു ടാങ്കർ വെള്ളം പോലും നമ്മുടെ അതിന് മുമ്പൊക്കെ എത്രയോ ടാങ്കർ വെള്ളം മേടിച്ചുകൊണ്ട് കാലമുണ്ടായിരുന്നു. അങ്ങനെ ജലജീവൻ പദ്ധതി ആദ്യമായി 99% പൂർത്തീകരിച്ചു. ഇനി പൂർത്തീകരിക്കാനുള്ളത് ഈ വാട്ടർ അതോറിറ്റിയും PW ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ കിടങ്ങൂർ റോഡിലൊക്കെ ബന്ധപ്പെട്ടൊക്കെ അത് പൂർത്തീകരിച്ചാൽ 100% പദ്ധതി 95 കഴിഞ്ഞാൽ അതിനെ 100% പദ്ധതി പൂർത്തീകരിക്കണം ആ രംഗത്ത്. അതുപോലെ തന്നെ ICDS ഏറ്റവും മനോഹരമായ ICDS കുട്ടികളുടെ അംഗനവാടികൾ, അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ, പോഷകാഹാരങ്ങൾ ആ രംഗത്ത് ഏറ്റവും മികച്ച സേവനം നടത്താൻ നമുക്ക് സാധിക്കാൻ പറ്റും. അങ്ങനെ ഈ നാട്ടിൽ അതുപോലെ തന്നെ റോഡുകളുടെ കാര്യത്തിൽ ഒരു റോഡ് പോലും ഒരു മോശമായ ഒരു റോഡെങ്കിലും പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്കത് അതിന് നമ്മുടെ സഹായം ജില്ലാ പഞ്ചായത്ത് സഹായം ഉണ്ടായിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് MLA ഉണ്ട്, MP എന്ന് വേണ്ട നമുക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ കിട്ടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ റോഡുകൾ ഏറ്റവും മെച്ചപ്പെട്ടാക്കി നമുക്ക് അങ്ങനെ ലൈഫ് ഭവന പദ്ധതി പറയാം. ലൈഫ് ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പദ്ധതി ലൈഫിൽ അപേക്ഷിച്ച മുഴുവൻ പേർക്കും വീട് കൊടുത്തു. അപേക്ഷ വെച്ച ഭൂമിയുള്ള മുഴുവൻ പേർക്കും വീട് കൊടുത്തു. 82 വീട് അവർക്ക് ജനറൽ വിഭാഗത്തിൽ കൊടുത്ത് 9 പേർക്ക് പട്ടിക വിഭാഗത്തിലും അങ്ങനെ 91 പേർക്ക് നമ്മൾ വീടുകൾ കൊടുത്തു കഴിഞ്ഞു. മുഴുവൻ പേർക്ക് അപേക്ഷ. ഇനിയും കൊടുക്കാനുള്ളത് ഭൂമിയില്ലാത്ത ഭവനരഹിതർ. സർക്കാരിൻ്റെ ഓർഡർ വന്ന് ഇപ്പം തന്നെ 75 ലക്ഷം നമുക്ക് ഫണ്ട് വന്നു കഴിഞ്ഞു. സർക്കാരിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഭൂമി മേടിക്കാനുള്ള അവർക്ക് വേണ്ട കാര്യം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ സർവ്വ മേഖലയിലും നമ്മൾ അതാണ് ഏറ്റവും വരുന്നത്. ഒന്നിവിടെ നിങ്ങൾ സൂചിപ്പിക്കുന്ന നടക്കണേ, ഈ പഞ്ചായത്തിൽ പലപ്പോഴും ഉദ്യോഗസ്ഥർ വരാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം കാലം 3.5 വർഷം ഒരു സെക്രട്ടറി ഇരുന്നു. അത് അദ്ദേഹം പെൻഷൻ പറ്റി ഇവിടെ ഇരിക്കുന്നു. ബാക്കി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നിലവിൽ സെക്രട്ടറി തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ നേരത്തെ ഉദ്യോഗസ്ഥർ വരാൻ സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഇവിടെ ഫുൾ സിംഗാണ്. നിങ്ങൾ എപ്പോൾ ഒന്ന് നോക്കൂ, ഇവിടെ ഒരാളുടെ കുറവും ഇതില്ല. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന ജോലിക്കാർ ഏറ്റവും സൗഹൃദപരമായി ഇവിടുത്തെ ജനങ്ങളും ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഭരണസമിതി ഏറ്റവും സൗഹൃദമായിരിക്കും. അതിനുശേഷം ഒരു കാര്യം, ഈ പഞ്ചായത്തിന് മുമ്പ് ഇന്ന് ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമരം പോലും നടന്നിട്ടില്ല. അത് കോൺഗ്രസിനാണെങ്കിലും BJPയുടെ ആണെങ്കിലും മറ്റൊരു കക്ഷിയുടെയും സമരം നടന്നത്. കാരണം ഇവരെല്ലാം പരിപോഷിക്കുന്നത് ഇവിടെ രാഷ്ട്രീയമില്ല, ഭരണ പ്രതിപക്ഷം ഇല്ലാതെ തന്നെ മുഴുവൻ പേർക്കും, ഇല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കട്ടെ, ഭരണ പ്രതിപക്ഷം ഇല്ലാതെ മുഴുവൻ പേർക്കും എല്ലാ കാര്യം വിധിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ 100 എത്തിക്കിട്ടുന്നത് കൃത്യമായിട്ട് എല്ലാ വാർഡുകളും. അതുകൊണ്ടാണ് പലയിടത്തും ബോർഡും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അത് സന്തോഷമുള്ളൂ. അങ്ങനെ ഒരുത്തിനോടുമില്ല കാരണം അതിനകത്ത് കൗൺസിലിൻ്റെ പ്രശ്നമില്ല, പുറത്ത് പ്രശ്നമില്ല. അങ്ങനെ സമാധാന അന്തരീക്ഷം, സൗഹൃദ അന്തരീക്ഷം തന്നെ ഈ പഞ്ചായത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ LA പ്രതിനിധി അത് മറ്റു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഓക്കെ, നമുക്ക് പ്രതിപക്ഷത്തിലേക്ക് പോകാം. ജിജി മണർക്കാട്, ഇപ്പോൾ ഒരു 100% സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. വളരെ കൂട്ടായ്മയോടുകൂടി നല്ല രീതിയിൽ പോകുന്ന ഒരു ഭരണം തന്നെയാണെന്ന്. മാത്രമല്ല, എന്തൊക്കെയാണ് ഇതിന് ഖണ്ഡിച്ച് പറയാനുള്ളത്? ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ ഈ വിജയപുരം പഞ്ചായത്ത് വിഭജിക്കുന്നത് 2000-ലാണ്. മണർകാട് പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് 2000-ലാണ്. അതിനു മുമ്പ് 1988 നടന്ന തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മയുണ്ട്. 88 വിജയപുരം പഞ്ചായത്താണെന്ന് മണർകാടാണ് ആസ്ഥാനം. അന്ന് 15 വാർഡുകളായിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ 10 അംഗങ്ങളും CPM-ൻ്റെ 5 അംഗങ്ങളുമാണ്. അന്ന് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ KM IP സാറിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അന്ന് മുതലേ കൃത്യമായിട്ട് വീതം വെച്ചാണ് 15 വാർഡിലേക്കും വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ജനകീയാസൂത്രണം ഇല്ല, അതിനുശേഷമാണ് വരുന്നത്. എന്ത് വിഷയമുണ്ടെങ്കിലും അവിടെ ഭരണ പ്രതിപക്ഷമില്ലാതെ
അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഐപ്പ് സാറും അന്നത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇന്ന് ഈ വേദിയിൽ UDF പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ശ്രീ ബാബു കെക്കോര. ആ 88 തൊട്ട് 1995 വരെയുള്ള ആ ഭരണം ഈ മണർകാട് പഞ്ചായത്ത് ഉൾപ്പെട്ട വിജയപുരം പഞ്ചായത്തിൻ്റെ ജനങ്ങൾക്കാവശ്യമായ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അന്ന് കൊണ്ടുവന്നു. ബാബു കെക്കോര ഉൾപ്പെട്ട ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് 88-95 ഈ വിജയപുരം പഞ്ചായത്തിൽ അത്യാവശ്യമായ ആവശ്യങ്ങളെല്ലാം നടത്താൻ സർക്കാരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം 2000 ഈ പഞ്ചായത്ത് രൂപം കൊണ്ടു. 2000 ഈ പഞ്ചായത്ത് രൂപം കൊണ്ടപ്പോൾ അന്ന് 2005 ഇവിടെ പ്രഥമ വനിതാ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ ശോശാമ്പു മത്തായി, ശ്രീമതി സൂസൻ ചെറിയാൻ, ശ്രീ റേച്ചൽ മാത്യു, ശ്രീ ലിസി ചെറിയാൻ, അങ്ങനെ 4 വനിതകൾ പ്രസിഡൻ്റായ 5 വർഷവും അന്ന് ബാബു കെക്കോരയാണ്, ഈ വേദിയിലുള്ള ബാബു കെക്കോരയാണ് അന്ന് വൈസ് പ്രസിഡൻ്റായി ഭരണം നടത്തിയത്. അത് 13 വാർഡുകളായിട്ടാണ് മണർകാട് പഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. ആ 13 വാർഡുകളിലെ അന്നത്തെ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്ന് ഇവിടെ പലതും കാണുന്നത്. നമുക്ക് 88 തൊട്ട് 95 മുതലുള്ള കാലഘട്ടത്തിലാണ് ഈ വിജയപുരം പഞ്ചായത്തിൽ ഇന്ന് മണർകാട് പഞ്ചായത്തിലെ സ്ഥാപനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ വാങ്ങിയത്. ബാബു കെക്കോര ഉൾപ്പെട്ട ഭരണസമിതിയാണ് അന്ന് ഈ പുരയിടങ്ങൾ വാങ്ങിയത്. അന്നത്തെ കാലത്ത് സ്ഥാപിച്ച സ്ഥാപനങ്ങളെല്ലാം സർക്കാർ സ്ഥലത്താണ്. ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞു അവിടെ സെൻറ്ററുകൾ വന്നെന്ന് പറഞ്ഞു, അതൊക്കെ അന്ന് വാങ്ങിയ സ്ഥലത്താണ് വന്നത്. എന്നിട്ട് ഈ 2000-2005 ഭരണസമിതി ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം 2010 ഇപ്പോൾ ഇവിടെ കാണുന്ന ബിൽഡിങ് രൂപം കൊള്ളുന്നത്. ഈ ബിൽഡിംഗ് രൂപം കൊള്ളുന്നതും 2010-15 ഭരണസമിതിയിൽ അന്നും UDF പ്രതിനിധിയായ ബാബു കെക്കോരയുടെ പ്രസിഡൻ്റായുള്ള ഭരണസമിതിയാണ്. അന്ന് ഞാനും ഭരണസമിതിയിലുണ്ട്. ആ 2010-2015 ഈ ബിൽഡിങ് ഇവിടെ രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ മണർകാട് കവലയിലെ ബൈപ്പാസ്, മണർകാട് കോട്ടയം ടൗണുമായി ഏറെ അടുത്തുള്ള മണർകാട് പട്ടണം ഏറെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മണർകാട് കവലയിലെ മണർകാട് പള്ളി, മണർകാട് ക്ഷേത്രം, ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം, ഇതെല്ലാം ഉൾപ്പെട്ട മണർകാട് മതസൗഹാർദ്ദത്തിൻ്റെ നാട്. ഈ വികസനവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തു 2010-15 നമുക്കൊരു ബൈപ്പാസ് ഉണ്ടാകണം. മണർകാട് ബൈപ്പാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നാൽ ഉണ്ടാകത്തില്ല. ഒരുപാട് ത്യാഗങ്ങൾ ബാബു കെക്കോരയുടെ നേതൃത്വത്തിൽ നടത്തിയാണ് ഈ മണർകാട് ബൈപ്പാസ് രൂപം കൊള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കോടതിയിലൊക്കെ ഉണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് നമുക്കറിയാം സർക്കാരിലേക്ക് വസ്തുവൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പുറകെ പോയാലേ പറ്റത്തുള്ളൂ. അതിനെല്ലാം തരണം ചെയ്ത് ഈ മണർകാട് ബൈപ്പാസ് രൂപം കൊണ്ടു. മണർകാട് ബിൽഡിങ്, ഈ ഇരിക്കുന്ന ബിൽഡിങ് ഇന്നുള്ള മുഴുവനും പണിതത് ഈ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പില്ലറ നിന്നത്. നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള ഭാഗം പില്ലറ നിൽക്കുമായിരുന്നു. അന്ന് ആ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് ഇത് പൂർത്തിയാകേണ്ട സമയത്ത് ഇവിടെ ഒരുപാട് പരാതികളായിരുന്നു. ഇതിൻ്റെ മുകളിൽ ബിൽഡിങ് പണിയാൻ പറ്റത്തില്ല, ഈ ബിൽഡിങ് ഇതിൻ്റെ മുകളിൽ ഈ ബിൽഡിങ് പണിത് കഴിഞ്ഞാൽ ഇത് കുഴപ്പമാണെന്ന് പറഞ്ഞ് അന്ന് ഒരുപാട് പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പണിയേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഭരണസമിതി അവസാനിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ ഈ ഭരണസമിതി, ഞങ്ങളുടെ ഉൾപ്പെട്ട ഈ ഭരണസമിതി ഈ നില പണിതു. അപ്പോൾ ഈ ബിൽഡിങ് പണിതതും ഇവിടെ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും മറ്റൊക്കെ ഇവിടെ പറഞ്ഞ എല്ലാ കാലഘട്ടത്തിലും സർക്കാരിൻ്റെ പഞ്ചായത്തിലേക്ക് വരുന്ന ഫണ്ടുകൾ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലേക്ക് വിതരണം ചെയ്യേണ്ടതാണ്. അത് ഏത് ഭരണസമിതിയാണെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ തുല്യമായിട്ടുള്ള വിഹിതം എന്ന് പറയുന്നത് ഈ 5 വർഷം ഇവിടെ 17 വാർഡുണ്ടെങ്കിൽ തുല്യമായിട്ട് ഫണ്ട് വീതിച്ചിട്ടില്ല. അത് പ്രസിഡന്റ് പറഞ്ഞത് അസത്യമാണ്. കൃത്യമായിട്ട് കണക്ക് നോക്കിക്കോ. ഇവിടെ UDF പഞ്ചായത്ത് മെമ്പർമാർക്ക് ഉള്ള പിരിവെന്ന് പറയുന്നത്, ആ ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ പ്ലാൻ ഫണ്ട് വന്നതിൻ്റെ 1% കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് 17 വാർഡിൽ ഫണ്ട് ഇവിടെ രൂപം കൊണ്ടിട്ടില്ല. മുൻപ് അങ്ങനെ അല്ലായിരുന്നു. ഇവിടെ ഇടതുപക്ഷ CPMൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഇവിടെ ഉള്ളവരുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ അറിയാം. കൃത്യമായിട്ടല്ലാതെ ഫണ്ട് വിതരണം നടത്തിയിട്ടില്ല. എല്ലാവരും ഇത് കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ സമരം ഇവിടെ നടത്തിയിട്ടില്ലെന്ന്. സമരം നടത്താൻ എന്നാണ്? ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്നവരാണ്. ഇവിടെ നമുക്കറിയാം ജനങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഭരണം മാറിപ്പോയി. ആദ്യമായിട്ട് ഭരണം മാറുക. ആ ഭരണം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ ഭരണസമിതി എടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ല ആ നയങ്ങളല്ല ഈ ഭരണസമിതി എടുത്തത്. അവരുടെ LDFൻ്റെ 10 മെമ്പർമാർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശോധിച്ചാൽ അറിയാം ഫണ്ട് ഓരോ വാർഡിലും ഫണ്ട് കൊടുത്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സമരമെങ്കിലോ അല്ലെങ്കിൽ അതിനൊരു വിയോജന കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്.
അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫണ്ട് വിതരണം ഒരു ഒറ്റ വാർഡിലേക്ക് തന്നെ 20 ലക്ഷം രൂപ ഒരു വാർഡിലേക്ക് തന്നെ പോയത്, മൊത്തത്തിൽ പോകേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യം എന്ന് പറയുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ട് കാര്യമില്ല. ഇതിനു മുമ്പുള്ള ഭരിച്ചുകൊണ്ടിരുന്നവർ മുഴുവൻ ആ രീതി തന്നെ കാണുന്നത്. ഇവിടെ UDF, LDF, കോൺഗ്രസ്, CPM എന്നുള്ള വ്യത്യാസമില്ലാതെയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കണ്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ഇവിടെ അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ഇവിടെ കോട്ടയം അസംബ്ലിയിലായിരുന്നു. കോട്ടയം അസംബ്ലിയിൽ TK രാമകൃഷ്ണൻ മന്ത്രിയായ സമയത്ത് 14 വർഷം ഇവിടെ ഇരുന്ന സമയത്ത്, MLA ആയിരുന്ന സമയത്ത്, അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഐബ് സാറും ഈ ബാബു കെ കോരയും കൂടി TK രാമകൃഷ്ണനെ കണ്ട് ഒരുപാട് കാര്യങ്ങളുടെ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് TK രാമകൃഷ്ണൻ പറഞ്ഞായിട്ട് പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്. പല കാര്യങ്ങളും ഞങ്ങളുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യങ്ങളെ പറയത്തുള്ളൂ, നാടിൻ്റെ കാര്യങ്ങളൊന്നും പറയത്തില്ലെന്ന് അന്ന് ഐബ് സാറ് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ TK രാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ഐബ് സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞ്. അന്ന് കാര്യങ്ങൾ മുഴുവനും TK രാമകൃഷ്ണൻ്റെ അടുക്ക പോയി ഐബ് സാറ് പറഞ്ഞ്, ബാബു കെ കോര ഉൾപ്പെടെ പറഞ്ഞ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് അന്നിരുന്ന സർക്കാർ ഈ കാര്യങ്ങൾ തന്നു. ഇതിനൊക്കെ നയിച്ചത് ഇവിടുത്തെ UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി നിയോജക മണ്ഡലം ഇവിടെ ആയത് 2010-ലാണ്. 2010 ആയതിനു ശേഷമാണ് ഈ മണർകാട് പഞ്ചായത്തിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ 30-ലധികമുണ്ട്. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ള പദ്ധതി ഉണ്ടായത്. ഇന്ന് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മൾ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നല്ലതായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത്. കുടിവെള്ളത്തിൽ ഇന്ന് കുടിവെള്ള പദ്ധതി രൂപം കൊണ്ടതിന് ശേഷം അത് കൃത്യമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ചെറുകിട കുടിവെള്ള പദ്ധതിയായിട്ട്, സൊസൈറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജൽജീവൻ മിഷൻ ഈ മണർകാട് പഞ്ചായത്തിൽ മൊത്തം ഇട്ടു. മണർകാട് പഞ്ചായത്തിൽ എല്ലാ വാർഡിലും സ്ഥാപിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു പോകുന്നത്. ആ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ പൈപ്പിട്ട സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. ആ ഒരു കോൺക്രീറ്റൂടെ കൂട്ടിയാണ് അന്നത്തെ എസ്റ്റിമേറ്റ് പോയത്. മറ്റുള്ള പല പഞ്ചായത്തിലും അന്നത് ചെയ്തിട്ടില്ല. അതാണ് ജൽജീവൻ മിഷൻ്റെ പൈപ്പിട്ടതിന് ശേഷം റോഡ് ആ പൈപ്പിട്ട ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാതെ പോയത്. അത് മനസ്സിലാക്കണം. അന്നത്തെ തിരിച്ചെത്താം. ഫിലിപ്പ് കിഴക്കേപ്പറമ്പിൽ, ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചിരുന്നു എന്തോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞതിനെ എങ്ങനെ വിലയിരുത്തുന്നു? പ്രസിഡന്റ് വികസന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ബഹുമാനപ്പെട്ട ജിജി മണർകാട് ഇതിനു മുമ്പ് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം 2020 നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഇവിടെ ആദ്യമായിട്ട് LDF ഭരണസമിതി വരുന്നത്. അതിനു മുമ്പ് ഉള്ള ആ 20 വർഷക്കാലത്തെ ഭരണത്തെക്കുറിച്ച് ജിജി തന്നെ ഇവിടെ സൂചിപ്പിച്ചത് തുല്യമായ വീതം വെപ്പാരെന്ന് പറഞ്ഞു. അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ LDF സാറിനെ അധികാരത്തിലേറ്റിയത്. ഇവിടെ ആരെയും പക്ഷപാതം കാണിച്ച് മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ വാർഡും കൃത്യമായിട്ട് വാർഡിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഭരണസമിതി ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. 17 വാർഡ് നിലവിലുണ്ടായിരുന്നു. ആ 17 വാർഡിനെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചു. എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല. UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് CMLRRP ഫണ്ട് ഇവിടെ അനുവദിച്ചതാണ്. UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. അത് വെള്ളപ്പൊക്കം മൂലം അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന സ്ഥലത്ത് റോഡുകൾ നന്നാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഫണ്ട് അനുവദിച്ചത് നിലവിലുള്ള 7-ാം വാർഡിൽ ആമത്താങ്കുന്നിലാണ്. അതിൻ്റെ ഒരു 10 ലക്ഷം രൂപയും കൊണ്ട് പോയത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ ഉറവയെടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളം പൊങ്ങി നാശമാകുന്ന വഴികൾ നന്നാക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചത് ആമത്താങ്കുന്ന് 8-ാം വാർഡിൽ പോയി ചെലവഴിക്കുന്ന ആ സാഹചര്യം ഉണ്ടായി. ഇവിടെ കൃത്യമായിട്ടും ഒരു വാർഡിൽ കൂടുതൽ തുക ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വാർഡിലും വഴിയുടെ അവസ്ഥ ഒരുപോലെയല്ല. അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ വാർഡിലും ചെലവഴിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ആരെയും പുറകോട്ട് മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോൾ ജിയോക്കാർ കേബിൾ ഇടാൻ വേണ്ടി വഴി കുഴിക്കുന്ന സാഹചര്യമുണ്ടായി. 27 ലക്ഷം രൂപ ജിയോക്കാർ ആ വഴിക്ക് വേണ്ടി ഇവിടെ നമ്മൾ പൈസ അടപ്പിച്ചതാണ്. ആ വഴിക്ക് വേണ്ടി, ആ വാർഡിലെ വഴിക്ക് വേണ്ടി കൂടുതൽ തുക നമ്മൾ ചെലവഴിക്കും. അവരത് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതാണ് നന്നാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു വാർഡിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വികസന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് 20 വർഷം ഭരിച്ച പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ കാലത്ത് ഇവിടെ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2005 എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ജോർജ് തൊമ്മി പ്രസിഡൻ്റ് ആയിരുന്ന വർഷത്തിലാണ് ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നത്. 2005 അന്ന് ഒരാറ്, അതായത് 2.5 സെൻറ്റ് സ്ഥലത്തിന് 4600 രൂപ വില വെച്ചാണ് സർക്കാർ ആ ലാൻഡ് അക്വിസിഷൻ നടക്കുന്നത്. അത് ബന്ധപ്പെട്ട കക്ഷി, ആ വസ്തു ഏറ്റെടുത്ത കക്ഷി, അന്ന് നമുക്കറിയാം, ഇവിടെ പഴയ ആൾക്കാർക്കറിയാം,
ഈ വഴി ബൈപ്പാസ് റോഡ് അങ്ങോട്ട് പോകുന്നിടത്ത് അതിന് ഫ്രണ്ട് വഴിയുണ്ടെന്ന് പറഞ്ഞാൽ വട്ടമല ജേക്കബ് മാത്യുവിൻ്റെ ആ സ്ഥലവും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി മുഴുവൻ കണ്ടവാ, അങ്ങോട്ട് വഴിയില്ല. ആ വഴിയില്ലാതിരുന്ന കിടക്കുന്ന സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നത് 2.5 സെൻറ്റിന് 4600 രൂപ വില വെച്ചാണ്. അതിൻ്റെ PC മാത്യു പൈനങ്കൽ അതിൻ്റെ ആ കണ്ടത്തിൻ്റെ ഉടമ കേസിന് പോയി. അത് മുനിസിപ്പൽ കോർട്ടിൽ നിന്ന് 5600 രൂപ ആക്കി കൂട്ടിക്കൊടുത്തുകൊണ്ട് അതിൻ്റെ വിധിയുണ്ടായി. അന്നും UDF ഭരണസമിതി ഇവിടെ അധികാരത്തിലിരിക്കുക. ആ കേസ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് അപ്പീലിന് പോകാനോ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും പഞ്ചായത്തിൻ്റെ കേസ് നടത്തിപ്പിന് വേണ്ടി പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ട് അഡ്വക്കേറ്റിനെ വെക്കുന്നതാണ്. ഈ അഡ്വക്കേറ്റാണ് ഈ കാര്യങ്ങളുടെ ചുമതല. ഭരണസമിതിക്കാർ കൃത്യം അതിൻ്റെ മോണിറ്ററിംഗ് നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കേസ് 15 വർഷം നീണ്ടുപോയി. 15 വർഷം ഈ കേസിന് ഈ പറയുന്ന 4600 രൂപ സർക്കാർ നിശ്ചയിച്ച ഒരാറിന് 1 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുക. എവിടെ പോയി നിൽക്കാമെന്ന് ആലോചിക്കണം. ഒരാറിന് 4600 എന്നുള്ളത് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായി. ആ വിധി ഇവിടുത്തെ ഭരണസമിതി അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഇതിന് അപ്പീൽ കൊടുക്കാനുള്ള കാലാവധി കഴിഞ്ഞു പോയിട്ടാണ് ഈ ഉത്തരവിൻ്റെ കോപ്പി പഞ്ചായത്തിൽ വാങ്ങുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന 2021 ആദ്യമാണ് ഇതിൻ്റെ പുറകെ പോയി ഈ വിധിപ്പകർപ്പെടുത്ത് അന്നേരത്തേക്ക് നമുക്ക് ഹൈക്കോടതിയിൽ കൊടുക്കാനുള്ള അപ്പീൽ പോകാനോ റിവ്യൂ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. പിന്നെ അതിനെ കളക്ടറെ തഹസീൽദാരെ ഇവരെ കക്ഷികളാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയി നമ്മൾ റിവ്യൂ ഫയൽ ചെയ്ത് സുപ്രീം കോടതി വരെ നമ്മൾ പോയി കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നമുക്ക് കേസ് എടുക്കുകയല്ലാതെ വന്നു. വീണ്ടും കീഴ്ക്കോടതിയിൽ ഹൈക്കോടതിയിൽ ഇതിന് വാദം കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ വാദം കേട്ട് അത് 80,000 രൂപ ആക്കി കുറച്ചു. അന്നേരം അവർ കാണിച്ചിരിക്കുന്നത് ആ വസ്തുവിലേക്ക് പ്രവേശിക്കാൻ വഴിയുണ്ടെന്നുള്ളതാണ്. ഇത് ആദ്യമേ തീർക്കേണ്ടതായിരുന്നു. വഴിയില്ലാത്ത സമയത്ത് ഈ കേസ് തീർത്തിരുന്നെങ്കിൽ ഈ പറയുന്ന വാലിച്ച തുക ഉണ്ടാകില്ല. ഇപ്പം 1.25 കോടി രൂപ പഞ്ചായത്ത് കോടതിയിൽ കെട്ടിവെച്ചിരിക്കുക. 2005 മുതലുള്ള പലിശ കണക്ക് കൂട്ടിയാണ് 30 ലക്ഷം രൂപ വസ്തുവിന് വില വരുന്നെങ്കിൽ 1 കോടി രൂപയുടെ അടുത്ത് പലിശ വരിക, ഇത്രയും പലിശയും കൂട്ടുപലിശയായിട്ട്. ഇനിയും അത് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി 1.25 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ഈ പഞ്ചായത്ത്. അവിടെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു. അത് പേരിൽ കൂട്ടാൻ പോലും സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ആ സ്ഥലം പേരിൽ കൂട്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാക്കി ആ മുഴുവൻ ഗ്രാമീണ ചന്ത ടാക്സി സ്റ്റാൻഡ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അന്ന് സ്ഥലം എടുത്തത്. ആ സ്ഥലത്തിൻ്റെ പേർക്ക് അവിടെ നമുക്ക് കെട്ടിടങ്ങൾ മാത്രം പണിത് പോയാൽ പോരാ. മണർകാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ പഞ്ചായത്തിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട്. കൈവശം വെച്ചിരിക്കുന്നവർ അത് അവിടെ തന്നെ വെക്കുക. അത് പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കെട്ടിടങ്ങൾ മാത്രം പോരാ. നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഇവിടെയുണ്ട്. എല്ലാവർക്കും അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കണം. അതിനുവേണ്ടി നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് കോർഡിനേഷൻ കമ്മിറ്റിക്ക് അയച്ചു. തിരുവനന്തപുരത്ത് നിന്ന് അവർ പാസ്സാക്കി തന്നു. 1/2 ഏക്കർ സ്ഥലം ഗ്രാമീണ ചന്തയ്ക്കും ടാക്സി സ്റ്റാൻഡിനുമായിട്ട് ഉപയോഗിക്കുക. ബാക്കി സ്ഥലം നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കളിസ്ഥലമോ ഓക്വേയോ ഓപ്പൺ ജിമ്മോ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് ഉത്തരവ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പുതിയ പ്രോജക്റ്റുമായിട്ട് ഇപ്പം നമുക്ക് പ്രോജക്റ്റിന് അംഗീകാരം കിട്ടിയിരിക്കുക. കളിസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF പ്രതിനിധി ബാബു കെ കൊരയിലേക്ക് പോകാം. ഇപ്പോൾ LDF പ്രതിനിധി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഭരണസമിതിയല്ല, ആദ്യ കാലഘട്ടങ്ങളിലെ UDF ഭരണസമിതിയാണ് കൃത്യമായി വീതം വയ്ക്കാത്തത്. ഇതിനുള്ള മറുപടി. ഇവിടെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ഒക്കെ ഇവിടെ സംസാരിച്ചു. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ഈ 2020-2025 കാലഘട്ടത്തിലെ LDF പഞ്ചായത്ത് ഭരണസമിതി ഒരു തികച്ചും പരാജയമായിരുന്നു അവരുടെ പ്രവർത്തനം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത് കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറയുവാണെങ്കിൽ, ഇപ്പോൾ അവർ പല കാര്യങ്ങളുടെ വികസന പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞാലും ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്തത്. കാരണം ഒരു പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനം അത് ഏത് LDF ആയാലും UDF ആയാലും ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ക്ഷേമകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ആളുകൾ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, 2000 മുൻപ് വിജയപുരം പഞ്ചായത്തായിരുന്നു എൻ്റെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു. പക്ഷേ അവർ വിജയപുരം പഞ്ചായത്ത് വടവത്തൂർ കവലയ്ക്ക് മാറിയതിന് ശേഷം ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. നമുക്ക് മണർകാട് പഞ്ചായത്തിന് ഒരു വീട് പോലെ ഒരു കെട്ടിടം ഈ വാതുക്കെ. ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടം. അവിടെ ഫയൽ പോലും വെക്കാൻ മേലാത്ത സാഹചര്യം.
കാരണം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് 3 നില കെട്ടിടം ഇവിടെ ഈ പഞ്ചായത്തിൽ UDF ഭരണത്തിൽ ഇതുണ്ടാക്കിയത്. കെട്ടിടം നിർമ്മിക്കുന്നതിലല്ല പ്രാധാന്യമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ കെട്ടിടമില്ല എങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ ഓഫീസോ അല്ലെ അനുബന്ധ ഓഫീസുകളോ പ്രവർത്തിക്കാൻ പറ്റില്ല. ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ 3 നില കെട്ടിടം പണിയുകയും ഈ കുടുംബശ്രീ അടക്കമുള്ള എല്ലാ ഓഫീസുകളും ഇവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായത് ദീർഘവീക്ഷണത്തോടു കൂടി UDFൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ 2020, 2025 ഞങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. ശരിയാ, അവർ തിരഞ്ഞെടുത്തു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ അംഗീകാരം ഞങ്ങൾ എതിരല്ല, അവരെ അംഗീകരിച്ചതാണ്. പക്ഷേ അവർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി. കാരണം അവരുടെ പ്രകടന പത്രികയിൽ 17 പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും അതോടൊപ്പം 34 കാര്യങ്ങളും പറഞ്ഞ് അവരൊരു പ്രകടന പത്രിക ഇറക്കി. ആ പ്രകടന പത്രിക ഈ അടുത്ത ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തും. ആ പ്രകടന പത്രികയിൽ ഒരു കാര്യം പോലും ഈ പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് നീന്തൽ പഠിക്കുന്നതിന് വേണ്ടി നീന്തൽ കുളം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. എവിടെയാണ് ആ നീന്തൽ കുളം? എവിടെയാണ് നീന്തൽ കുളം? ഈ നാട്ടിലെ വയോജനങ്ങൾക്ക് താമസിക്കാൻ പകൽ വീടുണ്ടാക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് പകൽ വീട്? ഇവിടെ ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ആധുനിക രീതിയിൽ പോയിട്ടൊരു ബസ് സ്റ്റാൻഡ് പോയിട്ട് ഒന്നും അവരെ കൊണ്ടുണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കിടപ്പ് രോഗികളായ പാവപ്പെട്ട ആളുകൾക്ക് വീട്ടിൽ കൊണ്ട് മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ മരുന്ന് കൊടുക്കുന്നു? ഏതാളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു? പക്ഷേ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടത്തുവാൻ ഈ ഭരണസമിതിയെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷേ അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഈ നാട്ടിലെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വീടുണ്ടാക്കി കൊടുക്കണം, വഴിയുണ്ടാക്കി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർ ചെയ്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായും ചെയ്തിട്ടില്ല. ഇല്ല, ഉറപ്പായിട്ടും ചെയ്തില്ല. അപ്പോൾ പ്രതിപക്ഷത്തു നിന്നും യാതൊരു സമരവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 2 പ്രാവശ്യം സമരം നടത്തി. ഈ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു സമരത്തിലോ ഈ നാട്ടിലൊരു സംഘർഷാവസ്ഥയിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പണ്ട് ഞാൻ ചോദിക്കട്ടെ, ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം LDF ഇതിനു മുമ്പിൽ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിന് താല്പര്യപ്പെടുന്ന ആളുകളല്ല. കാരണം അങ്ങനെ ഒരു സമരമോ ബഹളോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കില്ല. എപ്പോഴും സമാധാനം കാക്ഷിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പറയുമ്പോൾ ഇവിടെ വികസന പ്രവർത്തനം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പുല്ല് വെട്ടിയത് വികസനമാണെന്ന് പറയാൻ പറ്റുമോ? കോഴിയെ കൊടുത്ത വികസനമാണെന്ന് പറയാൻ പറ്റുമോ? പോത്തിനെ കൊടുത്ത വികസനമാണെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം UDF കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്ത് കക്കൂസ് കൊടുത്തിട്ടുണ്ട്, കിണർ കൊടുത്തിട്ടുണ്ട്, കോഴിയെ കൊടുത്തിട്ടുണ്ട്, ആടിനെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ ഭരണസമിതി ഇത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് തർക്കമില്ല. പക്ഷേ ഈ കാണുന്ന ഇന്ന് മണർകാട് കവലയിൽ വന്ന് ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറൊരു കാര്യം. പിന്നെ വസ്തുവിന്റെ കാര്യം പറഞ്ഞില്ലേ, അതോടെ പറയണ്ടേ? 2001 പഞ്ചായത്ത് ഭരണസമിതി ഈ വസ്തു പൊന്നുമലക്കെടുക്കുവാൻ തീരുമാനിച്ചത്. 3.4 ഏക്കർ സ്ഥലത്തോളം പൊന്നുമലക്കെടുക്കുവാൻ 2001 കമ്മിറ്റി തീരുമാനമെടുക്കുകയും 2003 വന്നപ്പോഴത്തേക്ക് അത് പൊന്നുമലക്കെടുക്കുവാൻ ഗവൺമെൻറ്റിൻ്റെ അനുവാദം ലഭിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ അത് പൊന്നുമലക്ക് എടുത്തു. പക്ഷേ 2005 വന്നു കഴിഞ്ഞപ്പോഴാണ് കേസുമായിട്ടൊക്കെ മുൻപോട്ട് പോകുന്നത്. 2010 ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത്. ഞാനിരുന്ന കാലത്ത് ആ റോഡ് കേസുള്ളതാണെങ്കിൽ ആ റോഡ് പണിയാൻ പറ്റുമോ? ഒരു നല്ല റോഡ് ഗവൺമെൻറ് രൂപ അനുവദിച്ച് പഞ്ചായത്ത് ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാക്കി. 2014 അതിൻ്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി സാർ നടത്തി. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വലിയ കേസുണ്ടായിരുന്നു, കേസില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കേസുണ്ടായെങ്കിൽ കേസ് നടത്തേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ്. മനസ്സിലായില്ലേ? അവിടെ വരുന്ന പേപ്പർ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റോട് ഇരിപ്പുണ്ടല്ലോ, ഇവിടെ വരുന്ന പേപ്പറുകൾ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് കാണുന്നുണ്ടോ? ഈ പേപ്പർ എവിടെയാണ് വരുന്നത്? ഗവൺമെൻറ് ലെറ്റർ എവിടെയാണ് വരുന്നത്? പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വരുന്നു. പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടാണ് പോണേ? പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തേക്കാവുന്നത്. സെക്രട്ടറി അത് പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുമോ? പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ അറിയുമോ? പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പം സെക്രട്ടറിയുടെ കൈ കിട്ടിയിരിക്കുന്ന ലെറ്റർ പഞ്ചായത്ത് കമ്മിറ്റി വെക്കേണ്ടത് പഞ്ചായത്ത് കമ്മിറ്റി വെക്കണം. അതല്ല സെക്രട്ടറിയോ അല്ലെങ്കിൽ ജീവനക്കാരോ വേണ്ട പേപ്പറാണെങ്കിൽ അത് അവർ കാണണം. അങ്ങനെയാണ് നടപടിക്രമം, അല്ലാതെ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് വരിക. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ല പഞ്ചായത്ത് ഭരണസമിതിയോ കാര്യങ്ങൾ അറിഞ്ഞു കാണത്തില്ല എന്നാണ് പുറത്തുനിന്ന്. കാരണം ഞാനകത്തില്ല, പുറത്തുനിന്ന് എനിക്ക് അത് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഈ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് ഈ ബൈപ്പാസ് റോഡ് പഞ്ചായത്ത് സ്ഥലമെടുത്തു.
പഞ്ചായത്തിന് മുൻപിൽ കിടക്കുന്ന റോഡ്, പഞ്ചായത്ത് ബൈപ്പാസ് റോഡ്, ഇതെല്ലാം പഞ്ചായത്തിൻ്റെ UDFൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ സ്കൂളിന് 1.5 കോടി രൂപ ഉമ്മൻചാണ്ടി അനുവദിച്ച സ്കൂളിന് കെട്ടിടം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ പ്രയാസം മാറ്റുന്നതിന് വേണ്ടി ചെറുകിട കുടിവെള്ള പദ്ധതി 10-30ഓളം കുടിവെള്ള പദ്ധതി ഈ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അംഗൻവാടിയുടെ കെട്ടിടങ്ങൾ 8-10 ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന കൂടെ തന്നെ 14.5 കോടി രൂപ വേൾഡ് ബാങ്കിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തി ഈ പഞ്ചായത്ത് വെള്ളം എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അനുവദിച്ചു. വാട്ടർ ടാങ്ക്, MRFൻ്റെ അവിടുത്തെ വാട്ടർ ടാങ്ക് നേരത്തെ നിലത്തായിരുന്നു ടാങ്ക്, അത് ഓവർഹെഡ് ടാങ്ക് ആക്കി ഇവിടെ പൈപ്പ് ഇട്ടു. ആ വെള്ളമാണ് ഇപ്പം ജലനിധിയായിട്ട് ഈ നാട്ടിൽ കൂടെ കൊടുക്കുന്നത്. കാരണം ആ വെള്ളം അന്ന് പൈപ്പിട്ട് നമ്മുടെ മണർകാട് പള്ളിയുടെ ഇപ്പുറത്തെ ജംഗ്ഷനിൽ കൊണ്ട് ആ പൈപ്പ് കയറ്റി. ആ വെള്ളമാണ് ഇവിടെ ജലനിധിയായിട്ട് കൊടുക്കുന്നത് പുതുതായി. കാരണം 14.5 കോടി രൂപ ഉമ്മൻചാണ്ടി സാറ് അനുവദിച്ച് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ നാട്ടിലെ വികസന പ്രവർത്തനം നടത്തിയത്. BJP പ്രതിനിധിയിലേക്ക് പോകാം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.
മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. രാധ സുരേഷാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ UDFും LDFും എല്ലാം പറയുന്നത് കേട്ടു. BJPക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മണർകാട് പഞ്ചായത്തിൽ തുടർച്ചയായിട്ട് UDFും ഏതാണ്ട് 20 വർഷത്തോളം UDFും അതിനുശേഷം 5 വർഷം LDFും ഭരണം നിർവഹിച്ച ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൻ്റെ നമുക്ക് അറിയാം, ഏതൊരു പഞ്ചായത്തും ഓരോ ഭരണസമിതിയും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളാണ് തൊട്ടടുത്ത് വരുന്ന ഭരണസമിതി നിർവഹിക്കാറുള്ളത്. എന്നാൽ ഇവർ ഓരോരുത്തരും ഞങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ BJP മണർകാട് അധികാരത്തിൽ വരാത്തിടത്തോളം കാലം BJPയെ സംബന്ധിച്ച് ഞങ്ങളൊരു കാഴ്ചക്കാർ മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങളതിനെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു, മൃഗസംരക്ഷണ മേഖലയിലേക്ക് വളരെയധികം വികസനങ്ങൾ കൊണ്ടുവന്നതിനെ പറ്റി പറയുകയുണ്ടായി. മൃഗസംരക്ഷണ മേഖലയിൽ വികസനം ഉണ്ടായത് മണർകാടിൻ്റെ ഏറ്റവും മൂലയ്ക്കുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു മൃഗാശുപത്രി. അവിടെ പശു വളർത്തലല്ല മൃഗസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കുക. അതുപോലെ തന്നെ തിരുവഞ്ചൂർ വരെയുള്ള സ്ഥലങ്ങളിലെ മൃഗസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട ജീവിതമാർഗ്ഗം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കർഷക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ക്ഷീരകർഷകരുടെ എണ്ണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ക്ഷീരകർഷകർ മുൻപുണ്ടായിരുന്നതിൽ നിന്ന് ഈ ഒരു തൊഴിലിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കർഷകരുടെ നടുവൊടിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതും ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, അർബൻ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് CHC, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങളെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. അർബൻ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഉദ്ഘാടന വേളകളിൽ പോലും നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രം പോലും പോസ്റ്ററിൽ അടിക്കാനായിട്ട് മനസ്സ് കാണിക്കാത്ത ഒരു ഭരണസമിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ അർബൻ മിഷൻ ഫണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർവഹിക്കേണ്ട ഫണ്ടുകൾ ലാപ്സായി പോയതിനെ പറ്റിയും ഇവരാരും ഒരു അക്ഷരം പോലും മിണ്ടി കണ്ടില്ല. അതുപോലെ നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ഉന്നയിച്ചിരുന്നു, ഫണ്ട് ഓരോ വാർഡിലേക്കും വീതം വെക്കുന്നത് കൃത്യമായ അളവിലാണെന്നുള്ളത്. പക്ഷെ അതിനകത്ത് ഒരുപാട് വേറുകൃത്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വാർഡ് മെമ്പർ കൂടിയാണ് ഞാൻ. നമ്മുടെ ബഹുമാന്യനായ UDFിൻ്റെ പ്രതിനിധി പറഞ്ഞു, ജലനിധി വഴി പൈപ്പിട്ടതിൽ കൂടെയാണ് ഇപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരമാണ് ഈ ഓരോ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മണർകാട് പഞ്ചായത്തിൽ നടന്നു വരുന്നത്. ഈ പദ്ധതി മണർകാട് പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കുന്ന സമയത്ത് വളരെയധികം LDFിൻ്റെയും UDFിൻ്റെയും ഭാഗത്തു നിന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയും ആ പദ്ധതി നടപ്പിലാക്കാതിരിക്കാനുള്ള പല തരത്തിലുള്ള പരിശ്രമങ്ങളും നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് മുൻകൈ എടുത്ത് BJPയുടെ പ്രതിനിധികളാണ് അവരവരുടെ വാർഡുകളിൽ ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുവരികയും പിന്നീട് അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് മറ്റു വാർഡുകളിലേക്കും ഏതാണ്ട് ഈ പദ്ധതികൾ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 95% എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് അഭ്യൂഹ പ്രചരണങ്ങൾ നടന്നത് വലിയ തുക ഓരോ വ്യക്തികളും അടയ്ക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ജനങ്ങളെ ഭീതിപ്പെടുത്തി പലരും ആ പദ്ധതിയിൽ അംഗമാകാതെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UDFിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രതിനിധിയും പറഞ്ഞതുപോലെ
വസ്തു സംബന്ധിച്ച കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 2020-25 ഭരണസമിതി അധികാരത്തിൽ വരുന്ന കാലത്ത് ഏറ്റവും ആദ്യം നേരിട്ട ഒരു പ്രശ്നമാണ് ഈ വസ്തുവിൻ്റെ കേസ് സംബന്ധിച്ച്. ആ കേസിൽ അന്നിരുന്ന സെക്രട്ടറിയുടെ വാക്കുകളനുസരിച്ച് ഞങ്ങൾ BJPയുടെ പ്രതിനിധികൾ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത് ആ കേസിന് അപ്പീൽ കൊടുക്കാനുണ്ടായിരുന്ന സമയം പോലും അന്നത്തെ ഇവിടുത്തെ ഭരണസമിതി വേണ്ടവണ്ണം വിനിയോഗിക്കാതെ ഏകദേശം 500 ദിവസത്തോളം അപ്പീൽ കൊടുക്കാനുള്ള സമയം വൈകിപ്പിച്ചത് മൂലം ഒരു അപ്പീലിനുള്ള സാധ്യത പോലും ഇല്ലാതാക്കിയ ഒരു ഭരണമായിരുന്നു അതിന് മുൻപ് നടന്നതെന്നും കൂടെ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ LDF അധികാരത്തിലേറുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് 2020 ഇലക്ഷനിലെ നേരിട്ട സമയത്ത് ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ മണർകാട്ടെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അക്കൂട്ടത്തിൽ ചിലത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബസ് ബേ, ടാക്സി സ്റ്റാൻഡ്, കുട്ടികൾക്കുള്ള പാർക്ക്, അതുപോലെ മിനി സിവിൽ സ്റ്റേഷന്, പൊതുശ്മശാനം അടക്കം ഒരുപാട് പദ്ധതികൾ അന്ന് അവരവരുടെ വികസന പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ബസ് ബേ, ടാക്സി സ്റ്റാൻഡ് പോലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവർ ചെയ്തിരുന്നു. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് നടത്തി വന്ന നീക്കങ്ങൾക്ക് തുരങ്കം വെച്ച ആളുകളാണ് ഇവിടുത്തെ UDFൻ്റെ MLAയും അതുപോലെ ഇവിടുത്തെ UDFൻ്റെ പ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകളെന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിവിടുത്തെ പൊതുജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം കൂടിയാണത്. ഈ നിലവിലുള്ള ഭരണസമിതി ഒരുപാട് ഭരണ മികവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മണർകാടിൻ്റെ ഗ്രാമവീഥികളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിരവധി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അതുപോലെ തന്നെ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഇനിയും കുറേ വികസനങ്ങൾ വരേണ്ടതാണ്. നമുക്ക് ജനങ്ങളിലേക്ക് പോകാം. അത് കഴിഞ്ഞ് ജനങ്ങളുടെ ചോദ്യങ്ങൾ വരും. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ മറുപടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോവാം. പറഞ്ഞു തീർക്കട്ടെ. നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അത് അതിന് മറുപടി പറയാം. പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു സെഗ്മെൻ്റാണ്. എന്താണ് ചോദിക്കാനുള്ളത്? ആരോടാണ് ചോദ്യം? പ്രസിഡന്റിനോട്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വഴി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. 6 മൈൽ കടുവാക്കുഴി റോഡ് ഞാൻ പ്രസിഡന്റിൻ്റെ അടുത്ത് ഒരു 2-3 പ്രാവശ്യം അതിൻ്റെ കാര്യം നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷന് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും എന്ന് വാക്ക് തന്നാൽ അത് ചെയ്തോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ ഒരു കാര്യം എനിക്കറിയാം. മറുപടി. ആ റോഡിന് 3 ലക്ഷം രൂപ ഫണ്ട് വെച്ച് അത് ടെൻഡർ ആയിട്ടുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ റോഡിന് തെരഞ്ഞെടുപ്പ് ടെൻഡർ ആയെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ബാധകമല്ല. അപ്പോൾ അത് നേരത്തെ പാസ്സായതാണ്. അപ്പോൾ അത് തുടങ്ങാനുള്ള താമസം മനഃപൂർവ്വമുള്ള വൈകിപ്പരാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു വഴിയിലോടും അങ്ങനെ ഒരു വാർഡിനോടും ആർക്കും അങ്ങനെ ഇല്ല. നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ്. എല്ലാ വഴിയും നന്നാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞ അതല്ല, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ സാറ് പറഞ്ഞതുകൊണ്ടാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ആ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് ഫണ്ട് വെച്ചിട്ടുണ്ട്, പാസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ പണിയണമെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് വേണം. അതിന് മുമ്പ് പാസ്സായി ടെൻഡർ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ പണിയാം. തെരഞ്ഞെടുപ്പ് ബാധകമല്ല. ഒരു കാര്യം ബഹുമാനപ്പെട്ട ചേട്ടൻ മനസ്സിലാക്കുക. ഇപ്പൊ റോഡ് പണി ടെൻഡർ കൊടുത്താലും പണി നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതിലെ പോലെ അറിയാമല്ലോ, പണി നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിന്റെ കാര്യത്തിൽ ഇതുണ്ട്. ചെയ്യുവരെന്നല്ല പറഞ്ഞു. അത് ഫണ്ട് വെച്ച് പൈസ വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യാത്ത റോഡല്ല. ഈ 5 കൊല്ലത്തേക്ക് ആദ്യ വർഷം ചെയ്ത റോഡ് തന്നെയാണ്. അത് തുടർച്ചയായിട്ട് വന്നപ്പോൾ ചെയ്യുന്ന കാര്യം. അതിനകത്ത് അതിൻ്റെ അകത്തൊന്നും ഒരു വേറെ കൃത്യം ഒരു റോഡിനും കാണിച്ചില്ല, അതിന് കാണിക്കത്തുമില്ല. അതാണ് ചൂണ്ടിക്കാണിച്ച. വളരെ സന്തോഷം ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. വേറെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞോളൂ. അതായത് ഞങ്ങൾ ഈ UDFൻ്റെ കാലത്ത് ഈ കെട്ടിടം പണിത സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് സമരം ചെയ്തു. ഈ കെട്ടിടം ഇടിഞ്ഞു വീഴും, ഇതിന് അടിത്തറയില്ല, ഇതെല്ലാം തകർന്നു, ഇതിൻ്റെ മുകളിലേക്കൊന്നും പണിയാൻ പറ്റില്ല, പണി നിർത്തണം എന്നാവശ്യപ്പെട്ട് ഇവിടെ സമരം ചെയ്തു. അപ്പോൾ പണി നിർത്തി കഴിഞ്ഞ് ഞങ്ങൾ ഓർത്തു ഇനിയിപ്പോൾ നല്ല അടിത്തറയൊക്കെ പാകി നല്ല വൃത്തിയാക്കുമെന്ന് ഓർത്തു. നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ 2ാം നിലയുടെ മുകളിൽ ഈ വന്നവർ പുതിയൊരു ബിൽഡിംഗ് പണിയെന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് കട്ടയ്ക്കും 8 ഇഞ്ച് കട്ടയ്ക്ക് 6 ഇഞ്ച് കട്ടയ്ക്ക് പണിത കെട്ടിടത്തിന് മുകളിൽ 8 ഇഞ്ച് കട്ടയ്ക്കാണ് ആ മുകളിലത്തെ ഏറ്റവും മുകളിൽ നില. ബലമില്ലാത്ത തറയിൽ 3ാമത്തെ നില പണിയാൻ ഈ ഭരണസമിതി എങ്ങനെ തയ്യാറായത്? ഉരുണ്ട് വീണാൽ ആരോട് സമാധാനം മറുപടി. അതിന് വിദഗ്ധരായ എഞ്ചിനീയർമാരുണ്ട്. നിങ്ങളുടെ ഭരണസമിതി കാലത്ത് ചെയ്യാൻ ഒരു സമരം നടത്തുന്നത് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു. 50 ലക്ഷം രൂപ മുടക്കി ഓഡിറ്റോറിയം, അപ്പോൾ 28 ലക്ഷം രൂപ കോൺഫറൻസ് ഹാൾ മികച്ച രീതിയിൽ തന്നെ പണിതു. കയറി നോക്കാമല്ലോ. മറിച്ച് മുകളിൽ പണിതേനല്ല തെറ്റ്, അടിത്തറ ഉറപ്പില്ലാത്തതിന് എന്ന് പറഞ്ഞ് അതിലും വിലപിടിപ്പുള്ള വില കൂടിയ കട്ടകൾ ഉപയോഗിച്ച് പണിത് എങ്ങനെ? അടിത്തറ നിങ്ങൾ ഉറപ്പിച്ചോ? അടിത്തറ ബലപ്പെടുത്തിയായിരുന്നോ? മറുപടി പ്രസിഡന്റ് മറുപടി. സമരം നടത്തിയ കാലത്തെ കുറിച്ച് ചോദിക്കുക.
ഞാൻ വന്നതിന് ശേഷം എനിക്കറിയാൻ പറ്റുള്ളൂ. അന്ന് സമരം നടത്തിയ കാര്യത്തിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുമോ? അത് നിങ്ങൾ വ്യക്തമായ ഒരു എഞ്ചിനീയറിനെ കൊണ്ട് പരിശോധിച്ച് കാര്യങ്ങൾ നടത്തണമായിരുന്നു. സമരം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം ആരോടാണ് ചോദ്യം? പ്രസിഡന്റിനോടാണോ? സാറേ, ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? 5 വർഷമായിട്ട് LDF ഇവിടെ ഭരിക്കുന്നത്. അതിന് മുമ്പ് 20 വർഷമായിട്ട് UDF ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടോ? മണർകാട് ഗ്രാമപഞ്ചായത്ത് മണർകാട് ഈ വസ്തു എടുത്തത് ഗ്രാമീണ ചന്തയും അതുപോലെ ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡുകളും ബസ് സ്റ്റാൻഡിന് വേണ്ടിയാണ് എടുത്തത്. അത് എടുത്ത് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് വരുന്ന ഭാഗമാണ്. അതിൻ്റെ ഓരോ തുടർച്ചയായിട്ട് മുമ്പ് ഇവിടെ ഇവിടുത്തെ ഈ മെമ്പർ പറഞ്ഞതുപോലെ ഓരോ ഭരണസമിതി അതിൻ്റെ തുടർച്ചയാണ്. പക്ഷേ മണർകാട് കവലയിലുള്ള ബസ് സ്റ്റാൻഡ് ഉറപ്പായിട്ടും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മളിവിടെ വസ്തു എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിന് നമ്മൾ കോട്ടയം ടൗണിലുള്ള ബസ് സ്റ്റാൻഡ് പോലെ ഇവിടെ പണിയാൻ വേണ്ടി അതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാൻ സഹിതം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനിരിക്കുന്ന കാലത്ത്. പക്ഷേ അതിന് തുടർച്ച വരുന്ന ആളുകൾ അത് ചെയ്യേണ്ടത്. ഇപ്പം LDF വന്നു, അവർ പറഞ്ഞിരുന്ന ഒരൊറ്റ കാര്യം, അത് പ്രധാനപ്പെട്ട കാര്യം അവർ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് 10 വർഷമൊക്കെ കൊടുക്കണം, അങ്ങനെ കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പം 5 വർഷം പേർക്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണമായിരുന്നു. ഇനി വരാൻ പോകുന്ന ആളുകൾ അത് ചെയ്യണം. കാരണം അത് ചെയ്താലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അല്ലാതെ ഇപ്പം എവിടെയാണ് ബസ് നിർത്തുന്നത്? ബസ് ഇവിടെ നിർത്തിയാൽ കുറേ കഴിയുമ്പോൾ അപ്പുറത്ത് നിർത്തും. പ്രസിഡന്റ് പറയട്ടെ എന്തുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ സർക്കാർ പറയട്ടെ, ഞാൻ പറയാം. സർക്കാർ വന്നുള്ളൂ മണ്ടാട്ടും പുതുപ്പള്ളിയിലും. ഇതിന് മുമ്പുള്ള കാര്യം ഞാൻ ചോദിച്ചത്. മറുപടി പറയാം. ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ പ്രകടനത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ വരുമ്പോൾ ഈ സ്ഥലമെല്ലാം ഇത് പഞ്ചായത്തിൻ്റെ പേരിലൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം അറിയുന്നത് ഇത് ഒരു സെൻറ്റ് സ്ഥലം പോലും ഈ അക്വറി സ്ഥലം പഞ്ചായത്തിൻ്റെ പേരിലോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വെച്ച് നമ്മളിപ്പം ഇവിടെ ടാക്സി സ്റ്റാൻഡിനും നാട്ടിൽ എന്തെങ്കിലും വേണ്ടി സ്ഥലം എടുത്ത് അതിന് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരം വേണം. അതായത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം വേണം. ബഹുമാനപ്പെട്ട എന്നെക്കാളും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ നമ്മളെടുത്ത സ്ഥലത്തിന് ശേഷം ബാക്കി വർക്കുകൾ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളിതിനെ പോയി നടന്ന് കഴിഞ്ഞ വർഷം ഒരു 10 മാസമായുള്ളൂ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം നമുക്ക് കിട്ടിയിട്ട്. ബഹുമാനപ്പെട്ട MP രാജേഷിൻ്റെയും P രാജീവിൻ്റെ അരികെ പോയി വിവിധ പ്രാവശ്യങ്ങൾ പോയതിന് ശേഷമാണ് നമുക്ക് കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനം കിട്ടിയത്. അതിനുശേഷമാണ് നമ്മൾ കളിസ്ഥലത്തിന് വേണ്ടി ഇറങ്ങി പോകുന്നത്. കളിസ്ഥലം ആദ്യം ഇവിടെ മണർകാട് ജനങ്ങൾക്ക് കുട്ടികൾ കളിക്കാൻ കളിസ്ഥലമില്ല, ഒരു വോക്ക് വേ ഇല്ല, ഒരു പാർക്കിൽ. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലം എങ്ങനെ നടന്നത്? ഈ സ്ഥലം കേസ് നടക്കുമായിരുന്നു. അതിന് കാരണം എന്നാണ്? മനഃപൂർവ്വമായ കേസ് തോറ്റു കൊടുത്തു. എന്തിനു വേണ്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞ് ശരിയല്ലാത്തതുകൊണ്ട് ആ വീട്ടുകാരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിന് സ്ഥലം ഉടമ അവരെന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ അവർ പറഞ്ഞ്. പക്ഷേ അതൊന്നും നമ്മളിവിടെ പൊതുസമൂഹത്തിൽ പറയാൻ പറ്റുന്ന വാക്കല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ വളരെ വേദനിപ്പിക്കും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാകാതെ പോയത്. ബസ് ബേ ഞങ്ങൾ പറഞ്ഞു. ബസ് ബേ ഇവിടെ മണർകാട് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല. ബസ് ബേ അതായത് എവിടേക്ക് പോകുന്ന ബസ്സുകൾക്ക് കയറി ഇറങ്ങി പോകാനുള്ള ആവശ്യമില്ല. ഇവിടുന്ന് ബസ്സുകളൊന്നും തുടങ്ങുന്നില്ല. ഒരു ബസ്സും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. മണർകാട് നിന്ന് ഒരു ബസ് തുടങ്ങില്ല. അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യം ബസ് ബേ ആണ്. കിഴക്കോട്ട് വന്ന വണ്ടികൾ കയറി പോകാനുള്ള സൗകര്യമാണ്. പക്ഷേ നമ്മളിത് വന്നു കഴിഞ്ഞപ്പം അനുഭവത്തിൽ വന്നപ്പോൾ അറിയുന്നത് ഇത് ഇങ്ങനെ കിടക്കുമെന്ന്. അല്ലാതെ ഇത് ഞങ്ങൾ ചെയ്യാത്തല്ല. അതുകൊണ്ടാണ് ഇപ്പം 1 കോടി രൂപ മുടക്കി ബഹുമാനപ്പെട്ട MLA-യുടെ 50 ലക്ഷവും കേരള സർക്കാരിൻ്റെ 50 ലക്ഷം മുടക്കി 1 കോടി മുടക്കിക്കൊണ്ട് അവിടെ കളിസ്ഥലം നിർമ്മിക്കാൻ തുടങ്ങി. ഞാൻ AS ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് ശേഷം തുടങ്ങാൻ അതിൻ്റെ പണി നടക്കും. പാമ്പാടി വില്ലേജ് ഓഫീസിൻ്റെ MLA-യുടെ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് 50 ലക്ഷം രൂപ കിട്ടി. പൊതുവെ ഇവിടെ കേട്ടിട്ടുള്ളത് MLA-യുടെ ഫണ്ട് ലഭിക്കുന്നില്ല എന്നാണല്ലോ. പക്ഷെ നമുക്ക് അതിൻ്റെ സലാം കാരണം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് അനുഭവിച്ചത്. അതിനുശേഷം വന്ന MLA ഒരു പണി ചെയ്തു. MLA മീനടത്തിന് ആദ്യം ഇത് മാറ്റി മീനടത്തിന് വെച്ചു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ പുറകെ പോയി. അപ്പോൾ 2 കളിസ്ഥലം ഒരു നിയോജകമണ്ഡലത്തിൽ എത്ര കളിസ്ഥലം വേണമെങ്കിലും വെക്കാം. MLA 50 ലക്ഷം വെച്ചാൽ സർക്കാർ 50 ലക്ഷം വെക്കും. MLA 25 ലക്ഷം ആണെങ്കിൽ അങ്ങനെ അടുത്ത നിയോജകമണ്ഡലത്തിലെല്ലാം 4-5 കളിസ്ഥലമുണ്ട്. ഈ പുതുപ്പള്ളി പ്രദേശത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറകെ പോയി. ഞങ്ങൾക്ക് അനുമതി കിട്ടി. ഇടക്കാലത്ത് അദ്ദേഹത്തെ ചിലർക്ക് തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ഇതിൻ്റെ കൃത്യമായ രേഖകളെല്ലാം ഉണ്ട്. അതിൻ്റെ പുറകെ ഞങ്ങൾ പോയി AS മേടിച്ച് ഞങ്ങൾ അതിൻ്റെ പാമ്പാടി വില്ലേജ് ഓഫീസിൻ്റെ മണ്ണ് നമുക്കാണ് അടിക്കാൻ കിട്ടിയിരിക്കുന്നത്. ഒരു ഏകദേശം 600 മണ്ണോളം ഉണ്ട്. അതിൻ്റെ എല്ലാം തിരിക്കുന്നു. ജിയോളജിയിൽ നിന്നുള്ള പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അതിൻ്റെ മണ്ണടിച്ച് ഇവിടെ വർക്കുകൾ തുടങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അവിടെ ചോദ്യം. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഈ ജൈവവളം നിർമ്മിക്കാനായിട്ട് ഒരു ഹാൾ പോലെ ഇങ്ങനെ കെട്ടിത്തിരിച്ച് ഉണ്ടാക്കിയിട്ട് ഒരു സാധനം അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ജൈവവളമല്ല കിടക്കുന്നത്. അവിടെ നമ്മുടെ പട്ടിത്തമ്പിയാണ് കിടക്കുന്നത്. അത് ഈ ഓരോ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് അവർ തന്നെ വേസ്റ്റ് അതിനകത്തിട്ട് അത് ജൈവവളം നിർമ്മിച്ച് ഈ നാടിന്
മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് ആ കെട്ടിടം അവിടെ നിർമ്മിച്ചത്. എത്ര രൂപ മുടക്കി പണിത് അത് കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഒന്ന്. രണ്ടാമത് ഈ പഞ്ചായത്തിൻ്റെ കിണറിരിക്കുന്ന അവിടെ കൊണ്ട് നിങ്ങൾ ഈ കത്തിക്കാനൊരു ഇതുണ്ടാക്കി. അതിനകത്ത് ഇപ്പോൾ കത്തിയിട്ടുണ്ടോ? അതിൻ്റെ ചുറ്റും കിടക്കുന്ന ആ സാധനം തള്ളി തേക്കിയാൽ ഞാൻ ആ മോട്ടർ അടിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അത് ഒന്ന് ആലോചിക്കണം. പട്ടിയായിട്ടും കാക്കയായിട്ടും കയറി കൊത്തു കയറി വഴി കൊണ്ടിട്ട് അവിടെ കാട് പിടിച്ച് ഒരു കിടക്കുന്ന ഒരു സമുദായമുണ്ട്. ആ സാധനം നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളു. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അത് തുമ്പൂർ മൊഴി എന്നുള്ള കൺസെപ്റ്റാണ് അത് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനേക്കാളും നമുക്ക് ജീബിൻ ഏകദേശം വേണ്ട 3000 ജീബിൻ കൊടുക്കുന്നു. ജീബിൻ എന്നുള്ളത് വീടുകളിൽ തന്നെ നമ്മുടെ മാലിന്യങ്ങൾ വളമാക്കി മാറ്റാനുള്ള ജീബിൻ നമ്മൾ ലക്ഷ്യം പെട്ട്. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസം തന്നെയാണ്. ഇതിനെ കൃത്യമായി നോക്കാനും ഇതിനൊക്കെ ആൾ വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജീബിൻ കൊടുത്തു. ഏകദേശം 3000-ഓളം വീടുകളിൽ കൊടുത്തിട്ടുണ്ട്. 3000-ഓളം എണ്ണം നമ്മൾ ജീബിനും മറ്റുമായിട്ട് ഈ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം 4500 രൂപ വിലയാണ്. 450 രൂപ 10% മാത്രം ഗുണഭോക്തൃ വീതം ഉൾപ്പെടെയുണ്ട്. 3000-ഓളം ജീബിന് നമ്മൾ വീടുകളിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ചത് അവിടെ അന്നത്തെ കാലത്ത് പണിതാണ്. അതിപ്പോൾ അവിടെ കത്തിക്കുന്നൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഇവിടുത്തെ പേപ്പറുകളും മറ്റും കത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് എനിക്കറിയത്തില്ല. നമ്മൾ വരുന്നുള്ള ഭരണസമിതിക്ക് മുമ്പ് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ അവിടെ കത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്കറിയാം. ഇവിടെ ചേട്ടൻ മിക്കാരോട് ഇവിടുന്ന് കുടിവെള്ള പദ്ധതിക്ക് വെള്ളം അടിക്കാൻ അതിനടിക്കാൻ പറ്റും എന്നോട് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. അവിടെ ഇപ്പോൾ കത്തിക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഉള്ള ഇൻസുലേറ്റർ ഒന്നും വെക്കാൻ അനുമതിയില്ല. ഡബിൾ ചേമ്പർ ഇൻസുലേറ്ററാണ് വെക്കാനുള്ളത്. അതിനോട് നമ്മൾ വൈകിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി തുടർ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പ്രസിഡന്റിൻ്റെ ഈ LDF-ൻ്റെ ഭരണം വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളതും ഇനിയിപ്പോൾ പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. എന്താണ് പുതിയതായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത്? അതിവിടെ സൂചിപ്പിച്ച് നമ്മുടെ കേസിൻ്റെ പ്രശ്നമെല്ലാം അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തുടർ ഭരണത്തിൽ വന്നാൽ ഈ പറഞ്ഞ ബസ് ബേ ആദ്യം തന്നെ തീരുമാനിക്കും. ബസ് ബേ നമ്മൾ നിർമ്മിച്ചിരിക്കും. അതുപോലെ നമ്മുടെ കളിസ്ഥലവും പാർക്കും അടക്കമുള്ളതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതല്ലേ ഈ രണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിക്കും. പിന്നെ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞത് നമ്മൾ സൂചിപ്പിച്ചു. ബിൽഡിംഗ് ഞാൻ പറഞ്ഞല്ലോ, നാടിൻ്റെ സമഗ്രമായ വികസനമാണ്. അത് കാർഷിക മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണോ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ രംഗത്താണേലും ആതുസേവന രംഗത്താണേലും ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനം നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള ഇപ്പം നമ്മളെ ജെറിയാട്രിക് പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത ഭരണസമിതി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്, ചോദിച്ചോളൂ. ആരോടാണ്? ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടാണ്. പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ ബസ് ബേ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അയർക്കുന്നം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ പാമ്പാടിക്ക് പോകണമെങ്കിൽ ഈ റോഡിന് അങ്ങേ സൈഡിൽ ഇറങ്ങി നിന്നിട്ട് പ്രായമുള്ളവർക്ക് റോഡ് ക്രോസ് ചെയ്ത് അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്നു വേണം കയറിപ്പോവാൻ. അതിന് ഇവിടുത്തെ ഒരു സിവിൽ പോലീസുകാർ പോലും സഹായിക്കാറില്ല. പല സമയത്ത് ഞാൻ പല പ്രായമുള്ള ആൾക്കാരെ റോഡിൽ അങ്ങേ സൈഡിൽ നിന്ന് കൈ പിടിച്ച് ഈ വഴി കൊണ്ട് വിട്ടിട്ടുണ്ട്. പിന്നെ ദൂരദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് എങ്ങനെ പോകണമെന്നുള്ള ഡയറക്ഷൻ്റെ ഒരു ബോർഡ് പോലും ഇവിടെ ഇല്ല. ഓക്കെ, അതൊരു കാര്യം. അതാണ് എനിക്ക് പ്രസിഡന്റിനോട് ഒന്ന് ചോദിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ മണ്ണാട് പള്ളി റോഡിൽ ഇത്രയും ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നു. ഇവിടെ കാൽനടക്കാരായ യാത്രക്കാർക്കും ഒരു സൈഡിലെ ബസ് പാർക്ക് ചെയ്യുന്നു, ഒരു സൈഡിൽ ഓട്ടോ പാർക്ക് ചെയ്യുന്നു. കാൽനട യാത്രക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ട്. പിന്നെ ചെറുവണ്ടിക്കാർ വരുമ്പോഴും ആ ബാർ ഹോട്ടലിൻ്റെ മുന്നിൽ എല്ലാ സമയത്തും ഒരു 5 മണി കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണക്കാർ ആൾക്കാർ പോകുമ്പോഴേ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ ഒരു മദ്യപിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല, ക്രോസ് ചെയ്യുമ്പോഴേ പല പ്രാവശ്യം ഈ പോകുന്ന വണ്ടിക്കാരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു കാര്യം. അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നുണ്ട്. പിന്നെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ വഴിയെ പോകുമ്പോൾ ബൈക്കിന്നാണ് വണ്ടി വരുന്നത്. വൺ സൈഡ് വണ്ടി വരുമ്പോഴേ ഇവരെ തിരിഞ്ഞു നോക്കിയല്ല നടക്കുന്നത്. പല സമയത്തും ആക്സിഡൻ്റ് ഉണ്ടാകുന്ന കാരണങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഫിലിപ്പ് കിഴക്ക് പറമ്പിലിനോടാണ്. പള്ളിക്കുളം പാലമുറി റോഡിൽ വെള്ളം കയറുന്ന റോഡാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നു ഫിലിപ്പ് ഇലക്ഷൻ്റെ സമയത്ത് വന്നപ്പോഴേ ഞാൻ ആ സമയത്ത് പറഞ്ഞു അവിടെ വെള്ളം കയറുന്നതാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ച ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഉയരുള്ള സ്ഥലത്ത് മാത്രം വീണ്ടും ഉയർത്തി, വെള്ളം കയറുന്ന ആ സ്ഥലത്ത് ഉയർത്തിയിട്ടില്ല. എന്നിട്ട് ഓരോ സമയത്തും പറയും അടുത്ത പ്രാവശ്യമായിട്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ്. കേരളത്തിൽ എവിടെയെങ്കിലും NH തിരിച്ചുവിടുന്ന സാർ കണ്ടിട്ടുണ്ടോ? അത് മണർകാട്ടാണ്. കേരളത്തിൽ എവിടെയെങ്കിലും NH തിരിച്ചുവിടുന്ന കണ്ടിട്ടുണ്ടോ? അത് മണർകാട്ടാണ്. എന്താണെന്നതിനെക്കുറിച്ച് എന്നോട് ചോദിച്ച കാര്യമില്ല. അതും അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി സംസാരിച്ചാൽ മതി. എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം ബസ് ബേയുടെ കാര്യം, നമ്മൾ ബസ് ബേ നിർമ്മിക്കുന്നു പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ട് അതിൻ്റെ കാരണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നായിരുന്നു. ബസ് ബേ നിർമ്മിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ കേസ് നൂലാമൽ മാറിക്കണം. പിന്നെ ഇവിടെ സീബ്ര ലൈനും മറ്റ് കടക്കാൻ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും സീബ്ര ലൈനിലായിരുന്നു
നമ്മൾ NH അധികാരികളും PW ആൾക്കാർ അധികാരികളും ആവശ്യപ്പെട്ട് സീബ്ര ലൈൻ കടന്നു പോകണ്ടേ. പിന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വാറിൻ്റെ ബാക്കിയുള്ള കാര്യമൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ അവിടെ പോകാനുള്ള ആളല്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ജനങ്ങൾ പറയുന്ന കൃത്യമായ കാര്യങ്ങൾ അത് പരിഹരിക്കാൻ 100% ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട രാജാൻ പറഞ്ഞത് 17-ാം വാർഡിലെ മണ്ടാട് പള്ളി പാലപ്പുറ റോഡിൻ്റെ കാര്യമാണ്. അവിടെ ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ്. കൂടുതൽ നമുക്ക് ഉയർത്താൻ പറ്റിയാൽ ഉയർത്തി കഴിഞ്ഞാൽ വീട് താന്നു പോകും. അതനുസരിച്ച് ഒരടി ഉയർത്തി അവിടെ ഇൻ്റർലോക്ക് പോകുവാനായിട്ട് സാധിച്ചു. ഇനി അതിന് ബാക്കി കിടക്കുന്ന സ്ഥലം ഇൻ്റർലോക്ക് ഇടണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ കൂടുതലാണ്. കാലക്രമേണ അത് ഇനിയും വരുന്ന മെമ്പർമാരാണെങ്കിലും ബാക്കിയുള്ള സ്ഥലം ഇപ്പം നിലവിൽ ടാർ ചെയ്തിരിക്കുന്നതിൻ്റെ അത് പോകുന്നതനുസരിച്ച് ബാക്കിയുള്ള ഭാഗം കൂടെ അതിനിടയ്ക്ക് 2-3 സ്ഥലം വെള്ളക്കെട്ടുള്ളിടത്ത് ടൈലിട്ടിട്ടുണ്ട്. ബാക്കി ഇനിയും കാലക്രമേണ ഈ റോഡുകൾ മൊത്തത്തിൽ നിരപ്പായ റോഡുകൾ മൊത്തത്തിൽ ടൈലിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ LDF ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കാം. ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു കെ കോര ഇവിടെ പറഞ്ഞു, കോഴിയെ കൊടുക്കുന്ന വികസനമാണോ, പശുവിനെ കൊടുക്കുന്ന വികസനമാണോ, അല്ലെങ്കിൽ പോത്തിനെ കൊടുക്കുന്ന വികസനമാണോ എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, നേരത്തെ ഇവരും കൊടുത്തിട്ടുണ്ട് പോത്തിനെയും പശുവിനെയും ഒക്കെ. 1-ാം വാർഡിൽ നിന്ന് 17-ാം വാർഡിൻ്റെ അറ്റത്ത് പശു ചെല്ലുമ്പോൾ ഈ പശുവിൻ്റെ ചെവിയിലൊരു ചാപ്പയടിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്പർ 17-ാം വാർഡ്. ഞങ്ങളുടെ അന്നത്തെ 16-ാം വാർഡ് വരുമ്പോഴത്തേക്ക് ചെവിയില്ലാത്ത ഒരു പശു അവിടെ വന്നത്. ഓരോ വാർഡിൽ തന്നെ ഈ പശുവിനെ തന്നെ കാണിച്ച് കൊണ്ടുപോകുമായിരുന്നു. ഒരു കിണർ കുഴിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഒരു കിണർ കാണിക്കാനായിട്ട് ഇവിടുന്ന് ഓവർസേറിനെ കൊണ്ട് ചെന്നപ്പം ആ വീട്ടുകാരിറങ്ങി ഓടി. അവരുടെ വീടിൻ്റെ പേരൊക്കെ എടുത്തിരുന്ന കിണർ തന്നെ വീണ്ടും അടുത്ത ആളെ കൊണ്ട് കാണിക്കുകയായിരുന്നു. ഈ വക സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു വർഷകാലത്തിനപ്പുറം പോകാത്ത ഏതെങ്കിലും റോഡിൻ്റെ ഒരു സൈഡ് ഐറിഷ് ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ ഈ UDFൻ്റെ ഭരണകാലത്ത് ഇവിടെ കാണിച്ചു തരാമോ? ഒറ്റ വർഷക്കാലം കൊണ്ട് ആ കോൺക്രീറ്റ് ഇളകി പോകുന്ന. അതേസമയം ഇപ്പോൾ ചെയ്തിരിക്കുന്ന വഴി, ഏതെങ്കിലും വഴിയുടെ സൈഡ് ഐറിഷ് ചെയ്തിരിക്കുന്നത് ഈ 5 വർഷക്കാലത്തിനകം ഇളകിപ്പോയിരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? ഐരാറ്റയുടെ നിന്ന് ചെറിയാനാശ്രമത്തിൽ അങ്ങോട്ട് പോകുന്ന വഴി നേരത്തെ നല്ല താഴ്ന്ന വഴിയായിരുന്നു. സൈഡിൽ പോകാൻ വീതിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കല്ലുകൊണ്ട് കെട്ടി പൊക്കി മണ്ണിട്ട് ടാർ ചെയ്തു. ഒറ്റ മാസം തികയുന്നതിന് മുമ്പ് ആ ടാർ മുഴുവൻ ഇളകിപ്പോയിട്ട് അതിലെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ആ വഴി വീണ്ടും ഈ അടുത്ത് അപ്പോൾ ഒരു 3 വർഷത്തിനുള്ളിൽ 2-3 പ്രാവശ്യം ആ വഴി നന്നാക്കിയതിന് ശേഷം ഇപ്പം ഭംഗിയായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഭംഗിയായിട്ട് കിടക്കുമ്പോൾ വേറൊരു പോരാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ല് കെട്ടി 2 സൈഡും പൊക്കിയത് കാരണം വേറൊരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനിടയില്ല. നേരത്തെ ആ സൈഡ് ഇനിയും കിടപ്പുണ്ട്. ആ സൈഡ് തീർത്ത് കെട്ടാതെ ഇടയ്ക്ക് കയറ്റി വഴി ഇത്ര അടി വീതി കല്ലും കെട്ടി ഒരു വണ്ടി വന്നാൽ സൈഡ് ഇറങ്ങാൻ ഇടയില്ലാത്ത രീതിയിലാണ് ആ വഴി നിലവിലുള്ളത്. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ് പഴയ KK റോഡ്. PWD ആണോ പഞ്ചായത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു 5-6 പ്രാവശ്യമെങ്കിലും അത് നന്നാക്കിയിട്ടുണ്ട് ഇവർ. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും അതിലപ്പുറമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ആരെ കുറ്റാന്ന് എനിക്കറിയത്തില്ല, പറയുന്നു അത്രമാത്രം. അതിൻ്റെ മറുപടി ഒന്ന് പറയട്ടെ. ഈ 14-ാം വാർഡിലെ ഐരാറ്റകളെ കുറ്റിക്കാട്ടുപെട്ട റോഡിൻ്റെ കാര്യം രാജൻ ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു. ആ വഴി 20 ലക്ഷം രൂപ CMLRP നേരത്തെ അനുവദിച്ചതാണ്. അല്ലല്ല, കുറ്റം പറഞ്ഞല്ല. ആ വഴി പൊക്കുക, വെള്ളം കയറുന്ന വഴിയാണ്. ആ വഴി പൊക്കിയിട്ട് അവിടെ ഒത്തിരി വീട്ടുകാരുണ്ട്. ആ പൊക്കി കഴിഞ്ഞ് സൈഡ് കെട്ടി പൊക്കി കഴിഞ്ഞിട്ട് അതവിടെ ഇട്ട് കിടക്കാൻ ഒക്കെയല്ല. ഈ മണ്ണ് നിറച്ച് അവർക്ക് നടന്നു പോകാൻ പോലും പറ്റില്ലാത്ത അവസരത്തിൽ ആ വഴി ടാർ ചെയ്തു. ഈ പറഞ്ഞത് ശരിയാ. മണ്ണിട്ട് പൊക്കി ഉടനെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത വർഷകാലം വരുമ്പോഴത്തേക്ക് ഇരുന്ന് പോകും. അതുകൊണ്ട് ഇപ്പോൾ ആ വഴിയുടെ അവസ്ഥ എന്താ? അതിന് വേണ്ടി പൈസ ചിലവാക്കേണ്ടി വന്നു. ആ കാര്യങ്ങൾ അത് വേറെ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അവിടെ പറയുന്നിട്ട് മുന്നേ ഒരു കാര്യം, അതായത് നമ്മൾ അടുത്ത തവണ നമ്മൾ LDF ആണ് വരുന്നതെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞു അതിനോട് ചേർത്ത് വയ്ക്കാൻ. എന്താണ് LDF മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ? LDF ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളൊരു കാര്യം ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ്. അതിന് എല്ലാ മേഖലകളും നമുക്ക് അനുവദിക്കുന്ന ഫണ്ട് ഉൽപ്പാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല, ഈ 3 മേഖലകളിലായിട്ട് കൃത്യമായിട്ട് ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ആ കാര്യത്തിൽ സൂചിപ്പിച്ച് പോവാം. ഈ ഫണ്ടുകളൊക്കെ നേരത്തെയും പഞ്ചായത്തിന് വന്നുകൊണ്ടിരുന്നതാണ്. ഒരു വർഷം 2 കോടി രൂപയുടെ അടുത്ത് മെയിൻ്റനൻസ് ഗ്രാൻറ്റ്, റോഡ് മെയിൻ്റനൻസ് ഗ്രാൻറ്റ്, റോഡ് ഇതര മെയിൻ്റനൻസ് ഗ്രാൻറ്റ് 1 കോടി രൂപയുടെ അടക്കം വരുന്നുണ്ട്. നമുക്ക് പ്ലാൻ ഫണ്ട് 2.25 കോടി രൂപ വരുന്നുണ്ട്. ഇതെല്ലാം ഈ മേഖലകളിൽ ചെലവഴിക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. ഈ സ്കൂൾ കെട്ടിടം, ഈ സ്കൂളിൻ്റെ ഓഫീസ്, അവിടുത്തെ ഫർണിച്ചർ, അവിടുത്തെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ആ സൗകര്യങ്ങളെ പേര, അവിടുത്തെ മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റുകൾ, ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ 5 വർഷത്തിനിടയ്ക്കുള്ള ഈ LDF ഭരണസമിതിയാണ്. ഇതുപോലെ തന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുന്ന കാര്യം പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെ വൈസ് പ്രസിഡന്റ്, അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ആരെങ്കിലും കാണും. ആർക്കും ഏത് സമയവും സമീപിക്കാവുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ മുന്നോട്ട് തുടരും.
തുടരാനുള്ള ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. UDF നേരത്തെ പറഞ്ഞ ആ പശുവിൻ്റെ ഒരു സംഭവം ഈ സൗഹാർദ്ദപരമായ ഒരു ചർച്ച കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് വാഗ്വാദങ്ങളിലേക്ക് കടക്കാത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കാര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ കോഴിയെ കൊടുക്കുന്നതും പോത്തിനെ കൊടുക്കുന്നതും മറ്റുള്ളതെല്ലാം വികസനത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ മുൻകാലങ്ങളിലെ പഞ്ചായത്ത് ഭരണസമിതി മാറി മാറി വരുന്നവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തർക്കത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടാത്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾ ആ സ്കൂളിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളിന് കെട്ടിടം ഉണ്ടായതുകൊണ്ടല്ലേ. സ്കൂളിന് അവിടെ കെട്ടിടം ഇല്ലെങ്കിൽ ഓഫീസ് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് കെട്ടിടം ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. ഈ സർക്കാർ വന്നിട്ടാണ് ആ കെട്ടിടം പണിതല്ലോ. ഞാൻ ചോദിക്കുന്നേ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആളുകൾ കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പം ഈ കെട്ടിടം, ഈ ആയുർവേദ ആശുപത്രി ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളാണ് ഈ ആയുർവേദ ആശുപത്രിയോടെ തുടങ്ങി ഈ കെട്ടിടം ഉണ്ടാക്കുകയും മാലത്തിരുന്ന ആയുർവേദ ആശുപത്രി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ ഉണ്ടായതുകൊണ്ടല്ലേ വന്നേ. അപ്പം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പുറത്ത് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നൊരു വികസനമാണോ? അല്ല. ഈ സമരം ചെയ്തതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു, ഈ കെട്ടിടം പണിതപ്പോൾ സമരം ചെയ്തു. ശരിയാ, സമരം ഉണ്ടാകുന്ന എന്തിനാ? എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടിയാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഭംഗിയായ രീതിയിൽ അന്നിരുന്ന എയും കാര്യങ്ങൾ മനസ്സിലാക്കി അടിത്തറ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ മുകളിലോട്ട് പണിതത്. ഇല്ലെങ്കിൽ ഇവിടെ കക്കൂസിന് ടാങ്ക് എടുത്താൽ ഈ സ്റ്റാൻഡിൽ സമരം ചെയ്ത് അടപ്പിച്ചത്. ഇവിടെ ടാക്സി സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് വാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലത്ത് മാലിന്യം, കക്കൂസ് മാലിന്യത്തിൽ ടാങ്ക് എടുത്താൽ സമരം ചെയ്തത് ഞങ്ങൾ അടപ്പിച്ചതാണ്. ഓക്കെ നമുക്ക് UDF അടുത്ത തവണ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഉറപ്പായിട്ടും UDF അധികാരത്തിൽ വരും, യാതൊരു സംശയവുമില്ല. ഡിസംബർ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 13 റിസൾട്ട് വരുമ്പം ഈ 19 വാർഡിലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 19 വാർഡിൽ UDFൻ്റെ ആളുകൾ ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ജയിച്ച് ഈ ഭരണം കിട്ടിയാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരുടെ പുരോഗതിക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്ത പോലെ തന്നെ അക്ഷീണ പ്രവർത്തനം ചെയ്ത് എല്ലാവരെയും സമൂഹത്തിൻ്റെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിക്കും. ഓക്കെ, നമുക്ക് BJPക്കും കൂടി അവസരം കൊടുക്കുകയാണ്. BJP ഇപ്പോൾ LDF UDF എല്ലാം ഭരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. BJPക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഈ മണർകാട് പഞ്ചായത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച്? മണർകാട് പഞ്ചായത്തിൻ്റെ BJP അധികാരത്തിൽ വന്നാൽ സമസ്ത മേഖലയിലും വികസനം ഉറപ്പാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുക. നമുക്ക് പ്രതിപക്ഷത്തു നിന്നും ജിജി മണർകാടിന് കൂടി ഒരു അവസരം നൽകുകയാണ്. ഇപ്പോൾ താങ്കൾ ഈ പ്രതിപക്ഷ നിരയിലിരിക്കുകയാണ്. ഇനി അത് ഭരണപക്ഷ നിരയിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പോരായ്മകളെന്ന് താങ്കൾ കുറച്ച് മുന്നേ ചൂണ്ടിക്കാണിച്ചു. താങ്കൾ വരികയാണെങ്കിൽ, ഇവിടെ UDF വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരിക? ഇവിടെ ആദ്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് വരുന്നത്. ഈ 5 വർഷക്കാലവും പ്രതിപക്ഷത്തിരുന്നാലും ഈ പഞ്ചായത്തിലെ ജനങ്ങളെ പൂർണ്ണ വിശ്വാസമാണ് കോൺഗ്രസ്സിന്. കോൺഗ്രസ്സിന് ഭരണം തന്ന ജനങ്ങളാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ. ആ UDF ജനങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇത് കാലാകാലങ്ങളിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഏത് പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ നടന്ന വികസന കാര്യത്തെക്കുറിച്ച് എല്ലാവരും ഇവിടെ പറഞ്ഞു. ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായ സമയത്ത് അനുവദിച്ചതാണ്. ഈ ആശുപത്രി അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പം തൊട്ട് മുമ്പ് ഇവിടെ ഒരു അംഗം ഇവിടെ വന്നായിരുന്നു. 1979-88 കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രതിനിധിയായിരുന്ന ബാബു കരിമന്നൂർ, അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയിൽ മുതലേ ഇവിടെ അന്ന് മുണ്ടാനിക്കലെ ഉണ്ണിച്ചായനാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഭരണസമിതി തൊട്ടേ ഇവിടെ വികസനമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി അവസാനം, ബാക്കി ഇവിടെ ഹോമിയോ ആശുപത്രിയുണ്ട്, PHC ഉണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ്. ഇവിടെ PHC മണർകാട് കേന്ദ്രീകരിച്ചുണ്ട്, ഹോമിയോ ആശുപത്രി അരീപ്പറമ്പ് കേന്ദ്രീകരിച്ചുണ്ട്. ഈ ബാബുക്കോടെയൊക്കെ ഭരണസമിതി കൊണ്ടുവന്നത്. ആയുർവേദ ആശുപത്രി ഇവിടെ ഇല്ലായിരുന്നു. ആയുർവേദ ആശുപത്രി ഉമ്മൻചാണ്ടി സാർ അനുവദിച്ചത് അന്നത്തെ ഭരണസമിതിയുടെ നിർദ്ദേശമനുസരിച്ച് മാലം കേന്ദ്രീകരിച്ചാണ്.
പഞ്ചായത്തിൻ്റെ മധ്യഭാഗം മാല കേന്ദ്രീകരിച്ച് ഞാനന്ന് പഞ്ചായത്ത് അംഗമാണ്. ആ മാലത്താണ് ഇതാദ്യം വാടകയ്ക്ക് ആരംഭിക്കുന്നത്. മാലത്ത് 2 ബിൽഡിങ്ങിൽ 2 വർഷം 3 വർഷവും 2 വർഷം പ്രവർത്തിച്ചു. 11 മാസത്തിന് എഗ്രിമെൻ്റ് വെച്ചാൽ. അപ്പോൾ ഭരണം മാറി അന്നിരുന്ന ഭരണസമിതി ഇത് നേരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു താൽക്കാലികമായിട്ട്. ഇതിന് ശേഷം ഇന്നറിയാം, മാലം പ്രദേശം എന്ന് പറയുന്നത് മാലത്തെ പ്രതിനിധിയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു, നമുക്ക് മണർകാട് മാലം കേന്ദ്രീകരിച്ച് ആയുർവേദ ആശുപത്രി സ്ഥാപിക്കുന്നതിന് നമുക്ക് സ്ഥലം വേണം, ബഡ്ജറ്റ് നമുക്ക് പൈസ ഉൾക്കൊള്ളിക്കണം, 10 ലക്ഷം രൂപ വെക്കണമെന്ന് പറഞ്ഞു. അതുപോലും വെച്ചില്ല. ഈ പഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി അംഗങ്ങളൊക്കെ മാലം കേന്ദ്രീകരിച്ച് താമസിക്കുന്നവരാണ്. ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് മാലത്തൊരു ആയുർവേദ ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങണം. ഉണ്ടായില്ല. ഭരണം ഇപ്പോൾ അവസാനിക്കുകയാണ്. മാലത്തിൻ്റെയും ആയുർവേദ ആശുപത്രിക്ക് സ്ഥലം കണ്ടെത്തി അവിടെ ആയുർവേദ ആശുപത്രി സ്ഥാപിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു. ഈ പഞ്ചായത്തിലെ ജനങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബസ് വേ ഇല്ല. ഈ മണർകാട് കവലയിൽ ബസ് കയറാൻ ജനങ്ങൾ നെട്ടോട്ട് ഓടുക. ഇവിടെ ഈ ബൈപ്പാസ് ആരംഭിക്കുന്നിടത്തൊരു ബസ് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി പല പ്രാവശ്യവും പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു. ഈ ഭരണവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും. പിണറായി വിജയൻ സർക്കാരിൻ്റെ അടുക്കൽ ഏറെ സ്വാധീനം ചെലുത്തി എന്തെല്ലാം കാര്യങ്ങൾ ഈ മണർകാട്ട് ചെയ്യായിരുന്നു, ചെയ്തില്ല. ആലപ്പാട് ഗോൾ ദൃശ്യ പോരാട്ടം 2025 ഇവിടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ LDFും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയും പ്രതിപക്ഷവും UDFും അതോടൊപ്പം തന്നെ BJPയുമെല്ലാം ഇവിടെ നടന്ന വികസനത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കാളികളായി. ആലപ്പാട് ഗോൾ ദൃശ്യ പോരാട്ടം 2025 മണർകാട് പഞ്ചായത്തിലെ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പഞ്ചായത്തിൽ വീണ്ടും ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.